ഹായ്, ഞാൻ ദീപ. അൺഫോൾഡിങ് മൈ മെമ്മറീസ് പാർട്ട് 4. നമ്മുടെ കൂട് വിട്ട് കൂടുമാറ്റം, ഞങ്ങൾ 10-12 വീട് മാറി താമസിച്ചതിനെ പറ്റി പറയുന്ന രണ്ടാമത്തെ പാർട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ പാർട്സ് വേണ്ടി വരും, കാരണം ഇത് പറഞ്ഞ് അങ്ങോട്ട് എത്തുന്നില്ല. ഒത്തിരി മെമ്മറീസ് ആയിപ്പോൾ. ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം അതിൻ്റെ റെസ്പോൺസ് നോക്കുമായിരുന്നു. ഒത്തിരി പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിക്ക് തന്നെ ഈ പഴയ കഥകളെല്ലാം ചിലതെല്ലാം മിക്കതും അവൾക്ക് വലിയ പിടുത്തം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവൾ പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒക്കെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഓർത്തെടുക്കാനൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് മുറിക്കൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അങ്ങനെ വിട്ടുവിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് സിനിമാ നടി ആനിയുടെ വീടിൻ്റെ അവിടെയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോമ്പൗണ്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അതെന്ന് പറയുന്നത് സിനിമാ നടി ആനിയുടെ അപ്പൻ്റെ ബ്രദേഴ്സും കൂടെ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അവരുടെ അമ്മയും പിന്നെ ഇളയൊരു അനിയനെ ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു അനിയനുണ്ട്. എനിക്കൊന്ന് സിനിമാടി ആനിയുടെ അപ്പനായിരുന്നു അവിടുത്തെ മൂത്തമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഓക്കെ, ഇതൊരു വലിയ കോമ്പൗണ്ടാണ് കേട്ടോ. അപ്പം അവിടെ ആയിരുന്നു. ആ വീട്ടിൽ നിന്ന് പിന്നെ ഞങ്ങൾ മാറുവാണ്. അപ്പം ആ വീട്ടിലൊക്കെ വെച്ചാണ് എൻ്റെ ഓർമ്മയിൽ ഈ ഒത്തിരി അന്ധവിശ്വാസവും ഉള്ള ഒരു ആളാണ് നമ്മുടെ. അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റൂല, അന്ധവിശ്വാസം എന്ന് പറയാം. അതായത് അച്ചാച്ചി അങ്ങനെ പള്ളിയിലൊന്നും പോകുന്ന ആളൊന്നുമല്ല അച്ചാച്ചി. ഞങ്ങളൊക്കെ പോവും, ഞാൻ അമ്മച്ചി ഒക്കെ പോവും. പിന്നെ വീട്ടിലങ്ങനെ കുടുംബ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ല ഈ പറയുന്ന സമയം വരെ. അതായത് ഞാൻ 10th കഴിഞ്ഞ് 12th ഇല്ലേ, അതെ, ഏതാണ്ട് ഞാൻ ഡിഗ്രിക്ക് കയറുന്ന ഒരു അച്ചാച്ചി അങ്ങനെ പള്ളിയിലൊന്നും പോകാറില്ല. ഈസ്റ്റർ ക്രിസ്മസിന്റെ സമയത്തൊക്കെ മെയിൻ കുർബാനയുണ്ടല്ലോ, അതിന്റെ സമയത്ത് മാത്രം പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ കൈകെട്ടി പുറകുവശത്ത് നിൽക്കും. അതായിരുന്നു അച്ചാച്ചി. ഞങ്ങള് അപ്പം എനിക്ക് തോന്നുന്നു ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകുമെങ്കിലും വലിയ കാര്യമായിട്ട് വീട്ടിലങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ല. അമ്മച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയാം. അമ്മച്ചി എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയത്. സോ നീ 9 ആഴ്ച മുടങ്ങാതെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന കൂടണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ അവിടുന്ന് പാളയംപള്ളി, ഇവിടുത്തെ ഫേമസ് ചർച്ചാണ് പാളയംപള്ളി. പാളയം പള്ളിയിൽ പോയിട്ടാണ് ഞാൻ കൂടിക്കൊണ്ടിരുന്നത്. എല്ലാ ശനിയാഴ്ചകളിലുമാണ് അവിടെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ഭയങ്കര ഫേമസ് ആണ്. അത് ഞാനിങ്ങനെ പോയി കൂടുമായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ അന്ന് അച്ചാച്ചയ്ക്ക് ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ രാഹുകാലം, അതായത് അച്ചാച്ചി കലണ്ടർ നോക്കിയിട്ട് എവിടോട്ടെങ്കിലും ഇറങ്ങണമെങ്കിൽ തിങ്കളാഴ്ചയൊക്കെയാണ് എന്തോ 9 മണിക്ക് ശേഷം ഇറങ്ങാൻ പാടില്ലെന്നോ, 9 മണിക്ക് മുമ്പ് ഇറങ്ങണമെന്നോ, 10 മണിക്ക് ശേഷം, അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ 3 പേര് ചേർന്ന് പോകാൻ പാടില്ല. അങ്ങനെ കുറേ വിശ്വാസങ്ങളുള്ളൊരു ആളായിരുന്നു അച്ചാച്ചിക്ക്. ഇപ്പോഴും ഉണ്ട് അതൊക്കെ, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് നമ്മുടെ അപ്പനും അമ്മയും പറയുന്നതാണല്ലോ നമ്മുടെ മനസ്സിലും വരുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ അച്ചാച്ചി എനിക്ക് ഹീറോ ആണല്ലോ, അല്ലെങ്കിൽ ഞാൻ നോക്കുന്ന ആംഗിൾ അച്ചാച്ചി ഭയങ്കര പെർഫെക്റ്റ് ആൻഡ് ഭയങ്കര സംഭവമാണ്. അപ്പം എനിക്ക് അച്ചാച്ചിനെ പോലെ ആവണം. ഈവൻ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് ഒരു ടീച്ചർ ഇങ്ങനെ ചോദിച്ച്, ദീപയ്ക്ക് എന്താവാനാണ് ആഗ്രഹം? ഞാൻ പറഞ്ഞു, ഞാൻ അധികമൊന്നും പഠിക്കുന്നൊന്നും ഇല്ല, ഞാൻ ഇത് കഴിയുമ്പോൾ അച്ചച്ചൊരു ബിസിനസ് ഏറ്റെടുക്കും, ഞാൻ കോൺട്രാക്ടർ ആവാനാണ് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ടീച്ചറിനോട് പറഞ്ഞിരുന്നത്. അതായത് അങ്ങനായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്, നമ്മൾ അച്ചാച്ചിയുടെ പുറകെ പോകും. അച്ചാച്ചിക്ക് പക്ഷെ അതിലൊന്നും താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ളത് പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അച്ചാച്ചിയുടെ. പക്ഷെ അവസാനം ഞാൻ അതിലേക്കൊക്കെ കറങ്ങി തിരിഞ്ഞെത്തി. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞത്, അച്ചാച്ചിയുടെ ആ ഒരു ഇതുപോലെ രാഹുകാലം, ഇതുപോലെ 3 ആൾ ചേർന്ന് ഇറങ്ങാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അച്ചാച്ചിക്കുണ്ട്. ആ ഒരു ഇൻസിഡന്റ് ഇച്ചിരി, അതായത് എനിക്കത് വിശ്വാസമാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അന്ന് അംബാസഡർ കാറുണ്ട്. ഞങ്ങൾ അവിടുന്ന് എനിക്കൊന്ന് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ടോ അല്ല പരീക്ഷയുടെ ഇടയ്ക്കോ അതോ പ്രീ ഡിഗ്രിക്ക് കയറിയ സമയത്തോ എങ്ങാണ്ട് നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാണ്. ആലപ്പുഴയ്ക്ക് എന്ത് കാര്യമാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാണ് ഓണത്തിൻ്റെ സമയത്ത്. അപ്പോൾ നമ്മൾ ഇറങ്ങാറായപ്പോൾ, അതായത് എല്ലാം പൂട്ടി, ഫുള്ള് വീടെല്ലാം പൂട്ടി, ഞങ്ങൾ പുറത്തിറങ്ങി സാധനങ്ങളൊക്കെ കാറിനകത്ത് വെച്ച് ഞങ്ങളൊരു ഉച്ച സമയത്തെങ്ങാണ്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ സോ വൈകിട്ടാകുമ്പോഴത്തേക്ക് അവിടെ എത്തത്തക്ക രീതിയിൽ ഇവിടുന്ന് ഇറങ്ങി വണ്ടി സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് വണ്ടി സ്റ്റാർട്ടാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന്, അതായത് ഈ അനിയുടെ വീടിൻ്റെ ആ കോമ്പൗണ്ടിൽ നിന്ന് ദൂരെ നിന്ന് ഒരു പിച്ചക്കാരൻ വരുവാണ്. അപ്പം ചേച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. പിച്ചക്കാരൻ ശരിയാവില്ല. അതുമല്ല, ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ചില്ലറയില്ല.
നോട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ തിരിച്ച് കയറി വീട് തുറന്ന് പിന്നെ ചില്ലറ എടുത്ത് കൊടുക്കുവോ അങ്ങനെ എന്തോ ചെയ്തെന്നാണ് തോന്നുന്നത്. അതോ എന്തോ പൈസ കൊടുത്തു. അപ്പം അച്ചാച്ചിക്ക് അത് അപ്പോഴേ ഒരു റോങ് ആയിരുന്നു എന്നുള്ളത് പിന്നീട് ഒരു സംഭവം ഉണ്ടായി ആ സമയത്ത്. അത് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഈ സംഭവം തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞിട്ട്, എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അവിടെ പോയി ആലപ്പുഴ ചെന്നു. ആലപ്പുഴ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴും താമസിക്കുന്നത് അമ്മച്ചിയുടെ വീട്ടിലാണ് സാധാരണ താമസിക്കുന്നത്. അച്ചാച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ അങ്ങനെ പോകാറില്ല, സ്റ്റേ ചെയ്യാൻ പോകാറില്ല, അല്ലാതെ പോയി കാണും. അപ്പം അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ കുറവാണ്. സോ അമ്മച്ചിയുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. എന്നിട്ട് തിരുവോണത്തിൻ്റെ അന്നോ ഉത്രാടത്തിൻ്റെ അന്നാണെന്ന് തോന്നുന്നു, ഉത്രാടത്തിൻ്റെ അന്ന് അച്ചാച്ചി എന്ത് ചെയ്തു, കുറേ അധികം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് കാറിലല്ല, അച്ചാച്ചി അങ്കിളുടെ, അതായത് അമ്മയുടെ അനിയൻ്റെ ബൈക്കും എടുത്തോണ്ട് അച്ചാച്ചി ഇവിടുന്ന് തത്തമ്പള്ളിയിലേക്ക് പോവാണ്. അതായത് അമ്മച്ചിയുടെ വീട് വടശ്ശേരി, ആലപ്പുഴ വടശ്ശേരി ഭാഗത്താണ്. അവിടുന്ന് തത്തമ്പള്ളിയിലേക്ക് പോവാണ്. ഇപ്പോൾ ഹൗസ് ബോട്ടൊക്കെ ഉള്ള ആ ഒരു ഏരിയയിൽ കൂടെ പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ അച്ചാച്ചിയുടെ ബൈക്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പിച്ചക്കാരൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വരുന്നു. നടുക്കങ്ങാണ്ട നിപ്പുണ്ട്, വലിയ റോഡാണ്, നടുക്കങ്ങാണ്ട് നിപ്പുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നിന്നപ്പോൾ അച്ചാച്ചിയുടെ ഒരു കാൽക്കുലേഷൻ, ഇയാൾ അങ്ങോട്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ചാച്ചി അയാൾ അങ്ങോട്ട് പോകല്ലേ, അങ്ങോട്ട് പാസ് ചെയ്ത് പോകല്ലേ. അപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ എന്തുവാണ്, പിച്ചക്കാരൻ റോഡിന്റെ പകുതി വഴി പോയിട്ട് വീണ്ടും തിരിച്ച് നടന്നു. അതായത് പുറകിൽ നിന്ന് ഏതൊരു വണ്ടി കണ്ടപ്പോൾ പിച്ചക്കാരൻ പുറകോട്ട് നടന്നു. അപ്പം അച്ചാച്ചിയുടെ ബാലൻസ് പോയി, രണ്ടുപേരും കൂടെ മറിഞ്ഞ് താഴെ വീണ്. ഇങ്ങേരുടെ കയ്യോ എന്തോ പൊട്ടി ഭയങ്കരമായിട്ട് ബ്ലഡും ഒക്കെ ഒഴുകി. അപ്പം പിന്നെ അച്ചാച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോയി. അച്ചാച്ചി പിന്നെ വണ്ടി ഒതുക്കി അയാളെ കൊണ്ട് എല്ലാവരും കൂടി, നാട്ടുകാർ മൊത്തം കൂടി. അപ്പം അച്ചാച്ചിനെ പരിചയമുള്ള ആരാണ്ടൊക്കെ, അല്ല അന്നേരം ആരുമില്ല, അന്നേരം അച്ചാച്ചിക്ക് പരിചയമുള്ള ഏരിയ ആണ്. പക്ഷെ അച്ചാച്ചി അവിടെ നിന്ന് വിട്ട് പോന്നിട്ട് എത്ര നാളായി, കുറേ നാളായില്ല, 10-20 വർഷമായില്ലേ. അപ്പോൾ അച്ചാച്ചി പെട്ടെന്ന് അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുറേ ആൾക്കാരൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇയാളെ, ഈ പിച്ചക്കാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പേര് ചോദിച്ചപ്പോൾ അച്ചാച്ചിയുടെ പേര് അച്ചാച്ചി തോമസ് ജോൺ എന്നാണ് പറഞ്ഞത്. അച്ചാച്ചി ശരിക്ക് റെക്കോർഡ്സിലൊക്കെ ഉള്ള പേര് തോമസ് ജോൺ എന്നാണ്. അത് അച്ചാച്ചി ഇവിടെ വന്നിട്ട് തിരിച്ചിട്ടതാണ്. അതായത് അച്ചാച്ചിയുടെ പേര് ശരിക്കും ജോൺ എന്നാണ്, അച്ചാച്ചിയുടെ അച്ഛൻ്റെ പേര് തോമസ് എന്നാണ്. അപ്പം ഇവിടെ വന്ന് ഈ കോൺട്രാക്ട് ബിസിനസ്സിലേക്കൊക്കെ കയറുന്ന സമയത്ത് അച്ചാച്ചിയുടെ ഈ ജോൺ തോമസ് എന്നുള്ള പേര് വേറെ ഏതൊരു കോൺട്രാക്ടറും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ചാച്ചി പണ്ടേ ഇതുപോലെ മാറ്റങ്ങളുടെ ആളാണ്. അപ്പൊ അച്ചാച്ചി എന്ത് ചെയ്ത് അച്ചാച്ചിയുടെ പേരൊക്കെ തിരിച്ചിട്ട് തോമസ് ജോൺ. ഇല്ല ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടാണ് മാറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ തോമസ് ജോൺ എന്ന പേരിട്ടിട്ടാണ് അച്ചാച്ചി ലൈസൻസ് എടുക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അച്ചാച്ചിയുടെ പേര് തോമസ് ജോൺ. അതാണ് അവിടെ ആശുപത്രിയിൽ പറഞ്ഞത്. ഒരു പോലീസുകാരനും ഒക്കെ വന്ന് ആശുപത്രി പറയുമെന്തോ ചെയ്ത്. അപ്പൊ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് പകുതി സദ്യ ഉണ്ടാക്കുമല്ലോ, എന്നിട്ട് നമ്മൾ കാത്തിരിക്കണം അച്ചാച്ചിനെ. അപ്പം അന്ന് ഫോണുണ്ടോ? അന്ന് ഫോണില്ല. അന്ന് മറ്റേ മൊബൈൽ ഫോണൊന്നും നമ്മുടെ കയ്യിലില്ല, ലാൻഡ് ഫോണേ ഉള്ളൂ. മൊബൈൽ ഫോണൊക്കെ അടുത്ത വീട്ടിലാണ് മൊബൈൽ ഫോണൊക്കെ വരുന്നത്. അപ്പം അച്ചാച്ചി ഇങ്ങനെ തോമസ് ജോൺ എന്നൊക്കെ പേരൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ അച്ചാച്ചിയുടെ പരിചയക്കാരൻ ഒരാൾ ഈ ആശുപത്രി വന്നിട്ട് കുഞ്ഞച്ചാ എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും പോലീസുകാരനും തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരും എല്ലാം ആൾമാറാട്ടം, ഇത് അപ്പൊ പേര് കറക്റ്റ് അല്ലല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ബഹളമായി. അന്ന് എനിക്ക് തോന്നുന്നില്ല ഡീറ്റെയിൽസ് ഒക്കെ എപ്പോഴും അച്ചാച്ചി കൊണ്ട് നടക്കുമായിരുന്നോ എനിക്കറിയത്തില്ല. അപ്പം അച്ചാച്ചി പിന്നെ അത് പ്രൂവ് ചെയ്ത്, അത് എൻ്റെ ഒഫീഷ്യൽ പേര് ഇതാണ്, എന്നെ നാട്ടിൽ വിളിക്കുന്ന ഈ നാട്ടിൽ പറയുമല്ലോ അക്കച്ചൻ, കുഞ്ഞച്ചൻ, ഔസേപ്പച്ചൻ, തൊമ്മൻ, കുരി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു പേരാണ് കുഞ്ഞച്ചൻ. അപ്പൊ കുഞ്ഞച്ചൻ എന്നാണ് അച്ചാച്ചിക്ക് എല്ലാവരും അറിയുന്നത്. ഇപ്പൊ ഞാനാണെങ്കിലും നാട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും എൻ്റെ അച്ചാച്ചി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പേര് പറയുന്നത് കുഞ്ഞച്ചൻ്റെ മോളാണ്, കോട്ടപ്പറമ്പിലെ കുഞ്ഞച്ചൻ്റെ മോളാണ്, ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. അപ്പം അതൊരു പിന്നെ അത് ആ ഒരു ഇൻസിഡന്റ് അച്ചാച്ചി പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളത് ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ അച്ചാച്ചിക്ക് വല്യമ്മച്ചിനെ കാണാനായിട്ട്, അതായത് വല്യമ്മച്ചിക്ക് ഈ പച്ചക്കറിയൊക്കെ ആയിട്ട് വല്യമ്മച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അച്ചാച്ചിയുടെയും കൈയും കാല് മുറിഞ്ഞു, അച്ചാച്ചിയുടെ തള്ള വിരല് മുറിഞ്ഞിട്ട് അച്ചാച്ചിക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റാതെ ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നെ എനിക്കൊന്ന് കുറച്ചു നാളും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അച്ചാച്ചി പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത്. കാരണം അച്ചാച്ചിക്ക് വരെ ക്ലച്ച് ചവിട്ടണമെങ്കിൽ കാല് എന്തോ പ്രശ്നമായി. പിന്നെ എനിക്കൊന്ന് 2 ദിവസം ഈ പിച്ചക്കാരൻ്റെ പറയാൻ നമുക്ക് നടക്കേണ്ടി വന്നു. പുതിയ മുണ്ട്, പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു, പൈസ കൊടുത്ത് ഒതുക്കി തീർക്കണം എന്ന് പറഞ്ഞു. അങ്ങർക്ക് കയ്യിൽ എന്തോ ഫ്രാക്ചറോ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എല്ലാം നോക്കി നമ്മൾക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു തോന്നുന്നു. എന്തോ റീസൺ ഉണ്ട്. ഇതിന്റെ റീസൺ ആണോ അതോ നമുക്ക് അച്ചാച്ചിക്ക് വയ്യാണ്ടായതിൻ്റെ ആണോ, എല്ലാം കൊണ്ട് ഒരാഴ്ച അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് അച്ചാച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, അന്നേ ശകുനം മോശമായിരുന്നു, നമ്മളൊരു പിച്ചക്കാരനെ കണ്ടിട്ടാണ് ഇങ്ങനെ പറയാം. അപ്പൊ ഈ ഒരു പറച്ചില് എൻ്റെ അന്ധവിശ്വാസത്തെ അന്ധവിശ്വാസങ്ങളെ എല്ലാം അടിയുറച്ച് ഇതാക്കുന്ന ഇതായിരുന്നു. അതിനുശേഷം ഞാനും ഇതുപോലെ ഒരു വഴിക്ക് പോകുമ്പോൾ 3 പേരായിട്ട് പോകത്തില്ല, പിന്നെ രാഹുകാലം, ഇങ്ങനെയുള്ള കുറേ
ഇത് കൺസെപ്റ്റ്സ് എനിക്കും ഉണ്ടായിരുന്നു, ഈ അച്ചാച്ചിയുടെ ഈ ഒരു ഇൻഫ്ലുവൻസ് കാരണം. ഇപ്പം എനിക്ക് യാതൊന്നിലും വിശ്വാസമില്ല. ഇപ്പം എനിക്ക് യാതൊരു പരിപാടികളിലും വിശ്വാസമില്ല. പണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വയ്യാണ്ടാകുമ്പോഴത്തേക്കും മറ്റേ കർപ്പൂരം ഒഴിഞ്ഞിടുക, പിന്നെ ഉപ്പും മുളക് ഒഴിഞ്ഞിടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇല്ലേ, അത് ഒരു ഇടക്കാലം വരെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാൻ പിള്ളേരെയൊക്കെ പുറത്ത് കൊണ്ടുപോയി വന്നിട്ട് ഒഴിഞ്ഞിടും, എന്നെ ഞാൻ തന്നെ ഒഴിഞ്ഞിടും, അല്ലെങ്കിൽ അമ്മച്ചിനെ കൊണ്ട് ഒഴിപ്പിച്ചു. അപ്പൊ അമ്മച്ചിയുടെ ഒരു പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ വീട്ടിലും കാണുമല്ലോ. അപ്പൊ അതിലൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് യാതൊരു വിശ്വാസമില്ല. അപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ പിള്ളേർക്ക് പിന്നെ ഉടനെ അവർക്ക് വയ്യാതാവുന്നു, എനിക്ക് വയ്യാതാവുന്നു. അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ ഉടനെ അമ്മച്ചി ഫോൺ വിളിച്ചിട്ട് പറയും, എടി നീ അറ്റ്ലീസ്റ്റ് കർപ്പൂരെങ്കിലും ഒഴിഞ്ഞിട്ടെടി എന്ന് പറയും. ഞാൻ പറയാം, അമ്മ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതായത് ഞാനിപ്പം ഇതിൽ നിന്നൊക്കെ മാറി. ബട്ട് അന്നൊരു സമയത്ത് ശരിക്കും അച്ചാച്ചിയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, കണ്ണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു അത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആലോചിക്കും എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്നൊരു ആലോചന ഉണ്ട്. പക്ഷെ ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ബട്ട് ഇറങ്ങിയിട്ട് കയറാൻ പാടില്ല, അതുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ധൃതിക്ക് പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും അതൊക്കെ ഹോൾ ടിക്കറ്റ് എടുത്തില്ല, പേന എടുത്തില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു കയറി കഴിഞ്ഞാൽ അമ്മച്ചി പറയും തിരിച്ചു കയറി എത്ര താമസിച്ചെന്ന് പറഞ്ഞാലും ലേറ്റ് ആയെന്ന് പറഞ്ഞാലും വീട്ടിൽ കയറി 5 മിനിറ്റ് ഇരുന്നിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പം പിന്നെ പോയിട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് അങ്ങനെയൊക്കെ ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മാറുവാണ് നമ്മൾ നെക്സ്റ്റ് വീട്ടിലേക്ക്. അപ്പം ഇനി അടുത്ത് നമ്മൾ മാറുന്നത് നമ്മൾ ഇതിന് മുന്നേ താമസിച്ച ഒരു വീട്, അതായത് ആനിയുടെ വീട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ താമസിച്ചിരുന്നല്ലോ, ആ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീട്ടിലേക്കാണ് നമ്മൾ താമസം മാറുന്നത്. അവിടെ പണ്ട്, അതായത് നമ്മൾ അവിടെ താമസിച്ചിരുന്ന സമയത്ത് ഈ വീട് ഒരു മോണ്ടിസോറി സ്കൂളായിരുന്നു, മെഡോണ മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളായിരുന്നു അത്. ആ വീട്ടിലേക്കാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ വരുന്നത്. അത്യാവശ്യം നല്ല ടെറസ്, ഒരു മൊസൈക്കൊക്കെ ഉള്ളൊരു വീട്, നല്ല വീടായിരുന്നു. അന്ന് എനിക്ക് മാത്രമായിട്ടൊരു റൂമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മാത്രം റൂം ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമായിട്ട് റൂം ഉണ്ടായിരുന്നു. കാരണം 3 ബെഡ്റൂം ഉണ്ടായിരുന്നു അവിടെ. അതിലൊരു ബെഡ്റൂം അച്ചാച്ചി അത് ഓഫീസായിട്ട് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ റൂം ഉണ്ടെന്ന് തോന്നുന്നു, ഇപ്പുറത്തെ റൂമിൽ അമ്മച്ചി. പിന്നെ എല്ലാം ഭയങ്കര കോമ്പാക്റ്റ് ഒരു വീട്, ഒരു അത്രയ്ക്ക് ഇങ്ങനെ ഒത്തിരി ഓടി നടക്കേണ്ട ഒരു വീടൊന്നും അല്ലായിരുന്നു. കാരണം നമ്മൾ ഇപ്പൊ തൊട്ട് ആനിയുടെ വീട്ടിൽ നമ്മൾ അടുക്കള തന്നെ ഒരു വീടായിട്ട് പ്രഖ്യാപിക്കാം, അതുപോലെ അത്രയും വലുപ്പമായിരുന്നു അടുക്കള. എനിക്ക് അവിടുത്തെ അടുക്കള പോലും പരുക്കനെങ്ങാണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഭയങ്കര വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, എത്ര ഒതുക്കിയാലും ക്ലീൻ ആവാത്ത ഒരു ലുക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ആ വീട് നല്ല ഭംഗിയുള്ള ഒരു വീടായിരുന്നു. ഓക്കെ, അപ്പം ആനിയുടെ വീട്ടിൽ വെച്ചാണ് തയ്യലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന മെഡോണ മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞ ആ സ്കൂള് ഇരുന്ന ഒരു വീട്ടിലേക്കാണ് താമസം മാറുന്നത്. അവിടെ വെച്ചാണെന്ന് തോന്നുന്നു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. ആണോ? അല്ല, ഡിഗ്രി കംപ്ലീറ്റ് അല്ല, അവിടെ വെച്ച് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുക. യെസ്, ഞാൻ ഡിഗ്രിയിലോട്ടൊന്നും കടന്നിട്ടില്ല. യെസ്. അപ്പം നമ്മൾ ഇവിടുത്തെ വീട്ടിൽ നിന്ന് ഇപ്പൊ നെക്സ്റ്റ് വീട്ടിലേക്ക് താമസം മാറുമ്പം എനിക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നു. സോ എൻ്റെ വണ്ടിയിൽ തന്നെ കുറേ സാധനങ്ങൾ, അതായത് അച്ചാച്ചി രാവിലെ ജോലിക്ക് പോകും, പിന്നെ ഒരു വിധപ്പെട്ട മെയിൻ സാധനങ്ങളെല്ലാം ഓരോ വീട്ടിലേക്ക് പോകുമ്പോഴും ഒത്തിരി സാധനങ്ങൾ നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അച്ചാച്ചി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ പുതിയ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ മേടിക്കുന്നൊരു പരിപാടിയില്ല, മനസ്സിലായില്ലേ? അപ്പം പിന്നെ എപ്പോഴും നമ്മൾ മൂവ് ചെയ്യുമ്പം ഈ യൂണിയൻകാരെ കൊണ്ടുള്ള പ്രശ്നം മെയിനായിട്ട് നമ്മുടെ വീട്ടു സാധനങ്ങളെക്കാൾ കൂടുതലായിട്ട് അച്ചാച്ചിയുടെ പണി സാധനങ്ങൾ, അതാണ് കൂടുതൽ. അതായത് കുറേ ഏത് വീട്ടിൽ ചെന്നാലും അപ്പം നമ്മൾ വീട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഷെഡ് കെട്ടാൻ പാകത്തിന് സ്ഥലം ഉണ്ടോ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ വീട് കണ്ടുപിടിക്കുന്നത് വാടക വീട്ടില്. അപ്പൊ ആദ്യം തന്നെ ഒരു ഷെഡ് കെട്ടും, അതിനകത്ത് അച്ചാച്ചിയുടെ കുറേ സ്ഥാപന ജംഗമ വസ്തുക്കൾ കാണും, തടി കാണും. ഓക്കെ, ഈ തടിയെല്ലാം നമ്മൾ ഫർണിച്ചറായിട്ട് മാറ്റേണ്ട തടികളാണ്. ഓക്കെ, പിന്നെ പെയിന്റ്, പാട്ട, പിന്നെ മമ്മട്ടി, പിക്കാസ്, പിന്നെ ചട്ടി, ചാക്ക്, ഈ മണൽ വാരുന്ന ചാക്ക്, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ കേട്ടോ. ഒരുവിധം നമുക്ക് വീട്ടിലൊരു ചെറിയ ഒരു മേസ്തരി പണി ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനൊരു എന്നിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ മെഡോണ മോണ്ടിസോറി സ്കൂളിൽ ഈ പുതിയ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവിടെ അമ്മച്ചിയുടെ ബന്ധത്തിലുള്ള ബന്ധത്തിലുള്ള ഒരാൾ വന്ന് നിൽക്കുമായിരുന്നു പണി പഠിക്കാനായിട്ട്, അതായത് പെയിന്റിങ് പണി പഠിക്കാൻ. അച്ചാച്ചിയുടെ കൂടെ ഇങ്ങനെ അച്ചാച്ചിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരും, പണി പഠിപ്പിക്കും, അവരുടെ മറ്റേ കയ്യിൽ നിന്ന് മേടിച്ച്, അങ്ങനെ ഒരു ഇതായിരുന്നു. ഇപ്പൊ ഈ വന്ന് നിന്ന് ബന്ധുവും ഒന്നും ചെയ്തിട്ടല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും അച്ചാച്ചിയുടെ ഒരു രീതി എല്ലാവരും പണി പഠിപ്പിക്കാനായിട്ട് ആലപ്പുഴയിൽ നിന്നും ബന്ധത്തിലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരും, പണി പഠിപ്പിക്കും.
പിന്നെ ചില അലമ്പുണ്ടാവും, പിന്നെ അവർ പോകും. അങ്ങനെ ഒരു രീതിയായിരുന്നു അച്ചാച്ചന്. അപ്പം അത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അവിടെ ഒരു അങ്കിള്, എനിക്ക് ചേട്ടനെന്ന് വിളിക്കാനേ ഉള്ളൂ, പക്ഷെ അമ്മയുടെ അനിയനാണ്. അപ്പം ആ ബന്ധത്തിൽ നോക്കുമ്പോൾ നമ്മളുടെ അങ്കിളാണല്ലോ. അപ്പം അങ്ങനെ ഒരു പുള്ളി വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വീട്ടിൽ വെച്ചിട്ടാണ് എനിക്ക് ഗാർഡനിങ്ങിൻ്റെ ആ ഒരു ഇതങ്ങോട്ട് തുടങ്ങുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിലായിട്ട് ഒരു വരാന്തയുണ്ട്. ഒരു കോണാകൃതിയിൽ ഒരു വരാന്തയാണ്. അപ്പം നമുക്ക് വല്ലാതെ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ അന്ന് അവിടുന്ന് റോസാപ്പൂ, കുറെ ചെടികളും ചെടിച്ചട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും ചെടിക്ക് വെള്ളം ഒഴിക്കുക, അത് കട്ട് ചെയ്ത് റെഡിയാക്കി നിർത്തുക. ഓർക്കിഡ് ആകുമ്പോൾ അതിനകത്ത് മറ്റേ കരിയും മറ്റേ ചകിരിയുടെ തൊണ്ടും ഒക്കെ വെച്ചിട്ടുള്ള പരിപാടിയില്ലേ അത്. പിന്നെ കുഞ്ഞി പൂക്കളുള്ള, എല്ലാം പൂക്കളുള്ള സംഭവങ്ങളാണ് കേട്ടോ, അല്ലാതെ ഇലച്ചെടിയല്ല, പൂക്കളുള്ള സംഭവങ്ങൾ കുറേ നമ്മളിങ്ങനെ, കുറേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒന്നുമല്ല, എങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് എനിക്ക് ഈ മറ്റേ ഏതൊക്കെയോ വനിത പിന്നെ TV ഒക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു, നമ്മൾ പനയൊക്കെ വാങ്ങിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുപോയി വീടിനകത്ത് കൊണ്ടുപോയിക്കും. എന്നിട്ട് അവിടുത്തെ ആ വീട്ടിലെ ലൈറ്റിങ് കുറച്ചും കൂടെ ഒരു മോഡേൺ വീടായിരുന്നു. അപ്പം അതിന്റെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു ഡിം ലൈറ്റ്, വാം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു ലുക്കായിരുന്നു ആ വീട് കേട്ടോ. അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതനുസരിച്ച് ഇന്റീരിയർ ഒക്കെ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്നാൽ ഇന്റീരിയർ ഡെക്കറേഷനിലേക്ക് തിരിഞ്ഞാലോ. അങ്ങനെ ഭയങ്കരമായ ഐഡിയാസ് ഒക്കെ ആയിരുന്നു ആ സമയത്ത്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ആ വീട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് ആദ്യമായിട്ട്, 10ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം 3 പേരിൽ കൂടുതൽ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ വന്ന് ക്രിസ്മസിന്റെ സമയത്തോ ഈസ്റ്ററിന്റെ സമയത്തോ ഉച്ചയ്ക്ക് ഊണിന് വിളിച്ചായിരുന്നു. അവർ വന്ന് കഴിച്ചിട്ടൊക്കെ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ആ വീട്ടിൽ വെച്ചിട്ടാണ് അമ്മച്ചി എന്നെ ചിക്കൻ കഴുകാനായിട്ട്, അല്ലെങ്കിൽ അന്ന് മുട്ട പൊരിക്കലും മാഗി ഉണ്ടാക്കലും പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ബട്ട് ചിക്കനിലൊന്നും തൊട്ട കളിയൊന്നുമില്ല. അപ്പം ചിക്കൻ കഴുകാനായിട്ട് എന്നെ നിർബന്ധിക്കുന്നത് പ്രീ ഡിഗ്രി തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് നമ്മുടെ വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും ചിക്കനായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ മറ്റേ ഹോർമോൺ കുത്തിവെച്ച ചിക്കൻ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല, എല്ലാവരും നല്ല വണ്ണം വെച്ചിരിക്കുമായിരുന്നു ആ സമയത്ത്. എന്നിട്ട് അമ്മ ഈ ചിക്കൻ കഴുകാനായിട്ട് തന്നു. ചിക്കൻ കഴുകാൻ തന്ന് ഞാൻ ആ ചിക്കനിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വല്ലായ്മ. അതിനുശേഷം ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1 വർഷത്തേക്ക് ഞാൻ ചിക്കൻ കഴിക്കാനേ പോയിട്ടില്ല. അത്രയ്ക്ക് അങ്ങ് അറപ്പോ ഓക്കാനവോ ആ ചിക്കനെ തൊട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയൊക്കെ അങ്ങ് വല്ലാണ്ടായിട്ട് ഞാൻ അന്നത് ഇട്ടിച്ചു പോയി. പിന്നെ ഞാൻ ചിക്കൻ കഴിച്ചിട്ടില്ല. ഏതാണ്ട് 1 വർഷത്തോളം ഞാൻ ചിക്കൻ കഴിച്ചില്ല. അത് കഴിഞ്ഞ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ വീട്ടിൽ വെച്ചാണ് അങ്ങനെ ഒരു ഇൻസിഡന്റ്. പിന്നെ അന്ന് ബൈക്ക് കുളിപ്പിച്ച് റെഡിയാക്കല്, കഴുകി വൃത്തിയാക്കല്, കാറ് കഴുകല്, പിന്നെ ഗാർഡനിങ്, പിന്നെ ഇതുപോലെ കേക്ക് ഉണ്ടാക്കല്. പിന്നെ അവിടെ വെച്ചാണ് നമുക്ക് വയർലെസ് അല്ലല്ലോ, കോഡ്ലെസ് ഫോൺ അച്ചാച്ചി മേടിക്കുന്നത്. കോഡ്ലെസ് ഫോൺ പിന്നെ വൻ ഷോ. അകത്തുനിന്ന് ഫോൺ എടുത്തിട്ട് പുറത്ത് റോഡിൽ കൂടെ നടന്ന് ഫോൺ വിളിക്കുന്നു. വൻ ഷോ ആയിരുന്നു, ഭയങ്കര പട്ടി ഷോ ആയിരുന്നു. അതൊക്കെ ആ വീട്ടിൽ വെച്ചിട്ടാണ്. അത് ഞാൻ വീട്ടിൽ എനിക്ക് ഭയങ്കര ഓർമ്മകൾ എനിക്ക് ഓർമ്മയില്ല. എനിവേ അവിടെ നിന്നാണ്. അപ്പം എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ ഒത്തിരി പരിചയക്കാരാണ് കേട്ടോ, ഭയങ്കരമായ പരിചയക്കാരൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം അവിടെ നിന്നാണ് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് അങ്ങോട്ട് വാങ്ങിക്കുന്നത്. അതായത് നമ്മുടെ 2ാമത്തെ സ്വന്തം വീട്. അതും ഈ വീട് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് ഇറങ്ങി ഒരു 3 വീട് അപ്പുറം മാറിയിട്ട് അടുത്ത ലൈനിന്റെ അകത്തോട്ട് കയറിയിട്ടൊരു വീട്. അത് സ്വന്തമായിട്ട് നമ്മൾ വീടായിട്ട് മേടിക്കുക ചെയ്തത്. മറ്റത് ആദ്യത്തെ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലം മേടിച്ച് അവിടെ ഇടിച്ച് പരത്തി വീട് വെക്കുക ചെയ്തത്. ഇതിനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. വീടോടെ നമ്മളൊരു ഇത് മേടിച്ച്. ഓക്കെ, അതൊരു 6.25 സെന്റ് അതിനകത്ത് ഉണ്ടായിരുന്നൊരു വീടാണ്. പിന്നെ ആദ്യത്തെ വീടെന്ന് പറഞ്ഞാൽ 3.25 സെന്റോ അങ്ങാണ്ടായിരുന്നു ആ വീട്. പിന്നെ നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന, അതായത് ഈ മോണ്ടിസോറി സ്കൂളിൽ ഇരുന്ന ആ വീട്ടിൽ വെച്ചിട്ടാണ് പിന്നെ ദീപ്തിയുടെ ആദ്യ കുർബാന. അപ്പൊ ദീപ്തിയുടെ ആദ്യ കുർബാനയ്ക്ക് നമ്മൾ ആദ്യം, ഇവക്ക് ഭയങ്കര വണ്ണായതുകൊണ്ട് ഡ്രസ്സ് കിട്ടത്തില്ലെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ തയ്ക്കാം എന്ന് പറഞ്ഞ് ഞാൻ തയ്ച്ച് ആണ് അവൾക്ക് ഒരു ഡ്രസ്സ് റെഡിയാക്കുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റ് മറ്റേ നല്ല തുണി എടുത്ത് തയ്ക്കുന്നത്. അതാണ് ആദ്യമായിട്ട്. അന്ന് എൻ്റെ ഒരു കോൺഫിഡൻസ് സമ്മതിക്കണം കേട്ടോ. ഫ്രോക്ക് തയ്ക്കാൻ എനിക്ക് അറിയത്തൊന്നുമില്ല, ഞാൻ ചുരിദാർ മാത്രമേ തയ്ച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊന്നും എവിടെയും നോക്കി പഠിക്കാൻ യൂട്യൂബില്ല. വനിതയിലാണെങ്കിലും ഫ്രോക്ക് തയ്ക്കുന്നതിനെ പറ്റി ഐഡിയ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, എന്തെങ്കിലും ആവട്ടെ, നമ്മൾ പാവാട തയ്ച്ചിട്ടുണ്ട്.
അപ്പോൾ പാവാടയും പിന്നെ ടോപ്പും അതൊരു അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് അച്ചാച്ചി അമ്മച്ചിയും കൂടെ എന്നെയും കൊണ്ട് പാർത്താസി പോയി. പാർത്താസി ചെന്നിട്ട് എനിക്ക് തോന്നുന്നു മീറ്ററിന് ആദ്യം പ്ലെയിൻ നെറ്റ് അങ്ങാണ്ട് വന്നിട്ട് മീറ്ററിന് ഏതാണ്ട് 500 രൂപ വരുന്ന തുണിയാണ് എടുത്തത്. വൈറ്റ് നെറ്റും വൈറ്റ് സാറ്റിനും ഒക്കെ എടുത്ത് ഞാൻ ഡ്രസ്സൊക്കെ അതിൻ്റെ മെയിൻ ഡ്രസ്സൊക്കെ തയ്ച്ച് ഇവിടെ ഇങ്ങനെ അതായത് അതായത് നമ്മളിപ്പം ക്യാൻ നെറ്റ് ഇല്ലേ, ആ ക്യാൻ നെറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ചിറക് പോലത്തെ ഒരു ഭയങ്കര പഫുള്ളൊരു ഇത് തയ്ച്ച്. എന്നിട്ട് ഇവള് ഭയങ്കര ബഹളം, ഇങ്ങനൊന്നും അല്ല, എനിക്കിതൊന്നും അല്ല വേണ്ടത്. പിന്നെ അവിടെ ഞാനിത് ഏറ്റവും പോയി എന്തോ ചെയ്യും. പിന്നെ തയ്ക്കും തോറും ഈ ചവിട്ടുന്ന മെഷീനിൽ തയ്ക്കുമ്പോൾ ഇതെന്തോ എണ്ണയെല്ലാം കൂടെ വന്നിട്ട് ഈ വെള്ള കളറെല്ലാം മാറി വേറെ ഏതോ കളറായി. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എന്തോ ഒരു വൃത്തികേട്, അതായത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഏതാണ്ട് അംബ്രല്ല കട്ടല്ല, ഏതാണ്ട് ഒരു മുണ്ട് പരുവത്തിലായിപ്പോയി. ഞാൻ എത്ര ചെയ്തിട്ടും ഒരു മുണ്ട് പരുവം, ആ ഫ്ലെയർ കിട്ടുന്നില്ല. കാരണം എനിക്ക് ഇവിടെ ഇങ്ങനെ കുഴിച്ച് വെട്ടണമായിരുന്നെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതൊരു വരി മുണ്ട് പോലെ ആയിപ്പോയി. തയ്ച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെയും മുഖം വല്ലാണ്ടിരിപ്പുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പുതിയൊരു കണ്ടുപിടുത്തം പിടിച്ച് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഏപ്രൺ സെറ്റാക്കാം. അതായത് മിച്ചം തുണിയിരിപ്പുണ്ട്, ഏപ്രൺ സെറ്റാക്കാം. അതായത് ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഏപ്രൺ. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു ഏപ്രൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ ഏപ്രണും അറിയത്തില്ല, ഇങ്ങനെ കെട്ടുന്ന ഒരു സാധനം റെഡിയാക്കി എടുത്തു. അപ്പൊ ഏപ്രൺ വെച്ചപ്പോൾ സംഭവം കൊള്ളാം. എന്നിട്ട് ഏപ്രണും ഈ സെയിം തുണി വെച്ച് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ അരികത്ത് മൊത്തം ഇങ്ങനെ പ്ലെയിൻ നെറ്റ് ചുരുക്കി അടിച്ച്, ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന രീതിയിൽ അടിച്ച്. എന്നിട്ടും അങ്ങോട്ടൊരു വൃത്തി വരുന്നില്ല. പിന്നെ ഞാൻ പോയിട്ട് ഫാൻസി സ്റ്റോറിൽ പോയിട്ട് സീക്വൻസ് മേടിച്ച് നമുക്ക് തയ്ച്ചു പിടിപ്പിക്കാന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷെ ഇത് തയ്ക്കാൻ തുടങ്ങിയിട്ട് ഇത് തീരണ്ടേ, ഇതങ്ങോട്ട് എത്ര തയ്ച്ചിട്ടും തീരുന്നില്ല. എനിക്ക് കഴുത്തൊക്കെ അങ്ങോട്ട് വേന എടുക്കാൻ തുടങ്ങി. ഞാൻ എത്ര തയ്ച്ചിട്ട് ഇത് കംപ്ലീറ്റ്, അതായത് കൊച്ചിന്റെ ഫുള്ള് കംപ്ലീറ്റ് ഒരു 3/4 ഇതാന്ന് തോന്നുന്നു, അത്രയും ഉണ്ട് ഈ ഏപ്രന്റെ വലിപ്പം. ആ ഏപ്രൺ ഫുള്ള് ഇത് സീക്വൻസ് പിടിപ്പിക്കണം. ഞാൻ തന്നെ കൊണ്ടുവന്ന ഐഡിയ, ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതിങ്ങനെ എല്ലാ ദിവസവും ഇച്ചിരി വീതം അത് തയ്ക്കുന്നത്. അതിനിടയ്ക്ക് എനിക്ക് കോളേജിൽ പോകാനുണ്ട്, ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് പരീക്ഷയുണ്ട്. പരീക്ഷയുടെയൊക്കെ സമയമാണ്, മെയ് മാസമൊക്കെയാണ്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ജ്വാലയായി സീരിയൽ ആ സമയത്താണ്, ജ്വാലയായി സീരിയൽ. അപ്പൊ ജ്വാലയായി കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ജ്വാലയുണ്ട്, പിന്നെ മരുഭൂമിയിലെ ഒട്ടകോ, അങ്ങനത്തെ സീരിയൽസ് ഓർമ്മയുണ്ടാ? എനിക്കൊന്ന് ഏറ്റവും ഫസ്റ്റ് സീരിയൽ ജ്വാലയാണ്. അപ്പൊ അത് പിന്നെ മധുമോഹന്റെ സീരിയൽസ് വൈകിട്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് സീരിയൽ കാണാതിരിക്കാൻ പറ്റത്തില്ല. സീരിയൽ കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത് തയ്ക്കലാണ് എന്റെ പണി. തയ്ച്ചെന്തായി, ഈ വൈറ്റ് കളർ ഏപ്രൺ ഏതാണ്ട് ഒരു മഞ്ഞ കളറായി. അതായത് നമ്മുടെ കയ്യിലെ അഴുക്കും കൂടെ അതിനകത്ത് വരുവാണല്ലോ, നമ്മളിത് റിയലൈസ് ചെയ്യുന്നില്ല. പിന്നെ അവസാനം ഇതൊന്ന് കഴുകിയിട്ടൊക്കെയാണ് കൊച്ചിന് ഇട്ട് കൊടുത്തത്. അവൾ പാവം അതൊക്കെ ഇട്ടുകൊണ്ട് പോയി. അപ്പൊ എൻ്റെ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ചേർക്കാൻ കേട്ടെ, എനിക്കറിഞ്ഞൂടാ. ഉണ്ട്, ഇതെല്ലാം അച്ഛൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലൊന്നുമില്ല. ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. അപ്പൊ അതൊക്കെ ചെയ്തത് ആ വീട്ടിൽ വെച്ചാണ്. വൻ പരീക്ഷണങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, പിന്നെ അവിടെ വെച്ച് തന്നെയാണോ? അല്ല, അത് അടുത്ത വീട്ടിലാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് സാധനങ്ങളെല്ലാം തൊട്ടടുത്ത നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അപ്പം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു കയറ്റം കയറിയിട്ട് ഒരു ഇടവഴി, കാറ് കയറും. പക്ഷെ കാറ് കയറാൻ ഇങ്ങനെ കഷ്ടിച്ച് കാറ് കയറുന്നൊരു വഴിയാണ്. അതായത് നമ്മൾ പോയിട്ട് വീട് മേടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വീട് മേടിക്കണമെന്നുള്ളൊരു ഉറപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും അച്ചാച്ചിയും കൂടെ പോയിട്ട് ടേപ്പൊക്കെ പിടിച്ച്, അതായത് ഇങ്ങനൊരു കയറ്റം വന്നിട്ട് ഒരു ഇടവഴിയിലോട്ട് പോയിട്ടാണ് വീട്. ഫസ്റ്റ് ലെഫ്റ്റിലായിരുന്നു വീട്. അപ്പൊ അവിടെ കാറ് കയറത്തില്ല എന്നുള്ള അസംഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ അച്ചാച്ചി ഇങ്ങനെ നോക്കിയപ്പോൾ അച്ചാച്ചി അംബാസഡർ കാർ കയറാൻ എത്ര ഇത് വേണം, അതിന് ഞാനും അച്ചാച്ചിയും കൂടെ ടേപ്പ് പിടിക്കാനായിട്ട് രാത്രി പോയത് എനിക്ക് ഓർമ്മയുണ്ട്. രാത്രി പോയി പല ആംഗിളിലൊക്കെ പിടിച്ചു നോക്കി. അപ്പം കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പോസ്റ്റ് ഓടിയിരിപ്പുണ്ട്. പോസ്റ്റ് മാറ്റിയ സുഖമായിട്ട് കയറാം, പക്ഷെ പോസ്റ്റ് മാറ്റാണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ ചരിഞ്ഞ് അങ്ങനെ കയറാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു കാൽക്കുലേഷനും ഇതിലും ഒക്കെ അവസാനം ഓക്കെ ഇത് കയറും എന്നുള്ള അസംഷനിൽ നമ്മൾ വീട് മേടിക്കുകയാണ്. പിന്നെ കുറേ സാധനങ്ങൾ കാറിനകത്ത് വെച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു ബെഡ്, അതായത് ഇങ്ങനെ മടക്കി വെക്കുന്ന ബെഡ് ഒരെണ്ണം, അല്ലാതെ മടങ്ങാത്ത ബെഡുണ്ടല്ലോ, മടങ്ങാത്ത ബെഡിനെ ഞാൻ മടക്കി ഈ സണ്ണിയുടെ ഫ്രണ്ടിലും പിന്നെ ബാക്കിലും ഒക്കെ ആയിട്ട് എൻ്റെ മേത്തൊക്കെ കെട്ടി വെച്ചുകൊണ്ടൊക്കെ എനിക്ക് പോകുന്നത്. കാരണം കുറച്ച് ചെറിയ ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. ഇതിനിപ്പം എങ്ങനെയാണ് ഇവരെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബെഡും കൊണ്ട് രാത്രിയിലൊക്കെ ഞാനും അച്ചാച്ചിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബെഡ് പൊക്കിക്കൊണ്ട് പോകുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നുവെച്ചാൽ ഈ ചെറിയ ഡിസ്റ്റൻസിലേക്ക് എങ്ങനെയാണ് ഈ ആൾക്കാരെയൊക്കെ വിളിക്കുന്നത്. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും കൂടെ പെറുക്കി കെട്ടി കുറച്ച് യൂണിയൻകാർ വന്നു. യൂണിയൻകാർ എന്ന് പറഞ്ഞാൽ അച്ചാച്ചിക്ക് പരിചയമുള്ള യൂണിയൻകാരുണ്ട്. അവരാകുമ്പോൾ ഈ കത്തി റേറ്റ് ഒന്നും അല്ല, ഒരു നോർമൽ റേറ്റ്. അങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്.
ഇനി ഉള്ളത് നമ്മുടെ സ്വന്തം വീട്ടിലെ വീരശൂര പരാക്രമങ്ങളാണ്. അത് കുറേ പറയാനുണ്ട്. അപ്പൊ സ്വന്തം വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങളുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിക്ക് കയറുന്നതൊക്കെ അവിടെ ചെന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. അല്ല, ഡിഗ്രിക്ക് കയറുന്നതും ഡിഗ്രി പാസ്സാവുന്നതൊക്കെ അവിടെ തന്നെയാണെന്ന് തോന്നുന്നു. യെസ്, പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഡിഗ്രിയിലോട്ട് കയറുന്നതും ഡിഗ്രി പാസ്സാവുന്നതും ഒക്കെ അവിടെ വെച്ച് തന്നെയാണ്. അവിടെ വെച്ചാണ്, അല്ല അതൊക്കെ പിന്നീടാണ്. യെസ്. അപ്പം അവിടെ വെച്ച് കുറേ ക്രാഫ്റ്റും പരിപാടികളും ഒക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അച്ചാച്ചിയുടെ ഒരു സ്ഥിരം പരിപാടി, അച്ചാച്ചി ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അച്ചാച്ചിക്ക് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള എല്ലാ മറ്റേ മരങ്ങളും വെട്ടിക്കളയി അച്ചാച്ചിയുടെ ഒരു ഹോബിയായിരുന്നു. അവിടെ ഇഷ്ടംപോലെ മരങ്ങൾ, അതായത് ചെറിയ ഇലച്ചെടികളാണെങ്കിൽ പോലും നല്ല രസത്തിൽ ഒത്തിരി അവിടെ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. കുറെ തെങ്ങുണ്ടായിരുന്നു. ഇതെല്ലാം ചെന്ന ഉടനെ തന്നെ അച്ചാച്ചി എല്ലാം വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഒരു തെങ്ങ് മാത്രമായിട്ട് മാറ്റി വെച്ചു. ആ തെങ്ങാണെങ്കിൽ റോഡിലോട്ട് നിൽക്കുന്നതുകൊണ്ട് അത് പിന്നെ അവസാനം നമുക്ക് വെട്ടേണ്ടി വന്നെന്ന് തോന്നുന്നു. എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ എനിക്ക് തോന്നുന്നു സൈഡിൽ കുറച്ച് വാഴ, ഒരു പപ്പായ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ചെടികളും വെട്ടിക്കളഞ്ഞ ചേച്ചി അവിടുത്തെ. പിന്നെ അവിടെ ഷെഡ് ഉടനെ തന്നെ കെട്ടി. അപ്പൊ ഇത്രയൊക്കെയാണ് ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ ചെയ്ത എൻ്റെ ഒരു ഓർമ്മ. ചേച്ചിയുടെ കാറ് കയറണം, അപ്പൊ ചേച്ചി ഗേറ്റ് വലുതാക്കി അവിടുത്തെ. പിന്നെ അതൊരു സിംഗിൾ സ്റ്റോറീഡാണ്, ഒരു നില കെട്ടിടം. 1, 2, 3 ബെഡ്റൂം, ഒരു 3 ബെഡ്റൂം. എനിക്ക് ആ അടുക്കള അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ഒരടുക്കള അല്ല, ഒരു ഡൈനിങ് റൂം, ഒരു ബാത്റൂം, അല്ല 2 ബാത്റൂം. 2 ബാത്റൂം ഇല്ല, ശരിയാ, ഒരു ബാത്റൂമേ ഉള്ളൂ വീട്ടിനകത്ത്. അങ്ങനെ ഒരു വീട്. എന്നിട്ട് എനിക്ക് അവിടെ ഓർമ്മയുള്ളത്, നമ്മൾ അതിനകമൊക്കെ പെയിന്റ് അടിക്കുന്ന, ഞാനും അച്ചാച്ചിയും കൂടെ ഒക്കെ ചേർന്ന് പെയിന്റ് അടിക്കുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മളവിടെ താമസിച്ച് പിന്നെ കുറേ വർഷങ്ങളൊക്കെ ശേഷം നമ്മൾ ഏതൊരു ക്രിസ്മസിന്റെ സമയത്ത് നമ്മൾ, അല്ല അതിന് ശേഷമാണ് ഇത് ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കംപ്ലീറ്റ് പ്രശ്നങ്ങളാവാൻ തുടങ്ങി. അതായത് സാമ്പത്തികമായിട്ടും പ്രശ്നങ്ങൾ, അല്ലാണ്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അച്ചാച്ചിക്ക് ഡയബറ്റീസ് കൂടുന്നു, അമ്മച്ചി എവിടെയൊക്കെ അലച്ചെല്ലടിച്ച് വീഴുന്നു, അമ്മച്ചി കാല് ഒടിഞ്ഞ്, അമ്മച്ചി എനിക്കൊന്ന് പടിയിലോട്ട് മുറ്റത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം കാല് ഉളുക്കുവോ എന്തോ ചെയ്ത്. പിന്നെ അമ്മച്ചി എന്തുവാ, അമ്മച്ചിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടക്കാൻ പറ്റൂല. പക്ഷെ അമ്മച്ചിയാണല്ലോ വീട്ടിലെ ജോലി ചെയ്യേണ്ടത്, നമ്മളാരും ചെയ്യൂലല്ലോ. അപ്പൊ അമ്മച്ചി എന്ത് ചെയ്യും, രാവിലെ എണീറ്റിട്ട് 2 സ്റ്റൂൾ എടുത്തിട്ട് ആദ്യം ഒരു സ്റ്റൂളിൽ കയറിയിരിക്കും, പിന്നെ അടുത്ത സ്റ്റൂൾ വെക്കും, അതിലോട്ട് കയറിയിരിക്കും. അങ്ങനെയാണ് അമ്മച്ചി അടുക്കളയിൽ പോയി ജോലിയൊക്കെ ചെയ്ത് നമ്മൾ രാവിലെ സ്കൂളിലും കോളേജിലും ഒക്കെ വിട്ടോണ്ടിരുന്നത്. അന്നൊന്നും ഞാനൊന്നും ചെയ്യുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കൊന്ന് അത്യാവശ്യം കാര്യങ്ങൾ ചോറൊക്കെ എടുക്കും, സ്വന്തമായിട്ട് ചോറെടുക്കും, കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ ഒരു ജോലിയും ചെയ്യുമായിരുന്നെന്ന് എനിക്ക് തോന്നില്ല. ഈ വീട് തൂപ്പുന്നതോടൊപ്പം മാത്രമേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അടുക്കള പിന്നെ എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു. കുഞ്ഞിലെ എനിക്ക് ഇഷ്ടമായിരുന്നു, വലുതായതിനു ശേഷം ഞാനൊന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും കുക്കർ ഓഫാക്കടി എന്ന് പറഞ്ഞാൽ ചെയ്യും, അതിൽ കൂടുതൽ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ പ്രാവശ്യം അങ്ങനെ പോയി. കുറേ നാൾക്ക് ശേഷമാണ് അമ്മച്ചിക്ക് ആ കാലൊന്ന് ശരിയായത്. അതൊന്ന്. പിന്നെ അന്നേരത്തേക്ക് വല്യമ്മച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ ഞാനും ദീപ്തിയും 2 ബെഡ്റൂമിലായിട്ട് ഭയങ്കര കാര്യമായിട്ടിരുന്നൊരു സമയത്താണ് വല്യമ്മച്ചിനെ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ ബെഡ്റൂം വല്യമ്മച്ചിക്ക് പോയിട്ട് ഞാനും ദീപ്തിയും കൂടെ ഒരു റൂം ഷെയർ ചെയ്യേണ്ട ഒരു ഇത് വന്നു. അന്ന് ഞങ്ങൾ ഭയങ്കര ഉടക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ വല്യമ്മച്ചി അന്നേരം വന്നപ്പം അമ്മച്ചിക്കും ഇതുപോലെ നടക്കാൻ എന്തോ പറ്റുന്നില്ല, വല്യമ്മച്ചിക്കും. അപ്പൊ അച്ചാച്ചി ഒരു വീൽ ചെയർ ഒക്കെ വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് വല്യമ്മച്ചീനെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നൊക്കെ അച്ചാച്ചിയാ. കാരണം അന്ന് അമ്മച്ചിക്ക് കാലൊടിഞ്ഞിരിക്കുക. ബാത്റൂമിൽ കൊണ്ടുപോകുന്നത്, പിന്നെ കുളിപ്പിക്കുന്നത് ഒക്കെ അച്ചാച്ചിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും പുള്ളിക്കാരിക്ക് എന്തോ ബന്ധുക്കളൊക്കെ വരുമല്ലോ കാണാൻ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഫുൾ കുറ്റം പറയും. അത് പറയുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം വരും. അങ്ങനെ പിന്നെ എനിക്കൊന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ഏതോ ഒരു കൊച്ചു, ഒരു 10 മക്കളാണ്. അപ്പം അങ്ങനെ എങ്ങാണ്ട് വല്യമ്മച്ചി അങ്ങ് മാറി. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് അവിടെ പിന്നെ അച്ചാച്ചിയുടെ ബില്ലുകളൊന്നും പാസ്സാവുന്നില്ല, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ്. അപ്പൊ അച്ചാച്ചിയുടെ ബില്ല് പാസ്സാവുന്നില്ല, ഏതോ പോസ്റ്റൽ സമരമൊക്കെ വരുന്നു. അപ്പൊ അച്ചാച്ചിയുടെ ബില്ല് പാസ്സാകത്തിന്റെ അച്ചാച്ചിയുടെ വിഷമം അമ്മച്ചി പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എന്തോ ഒരു ദിവസം എന്തോ ഉടക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാച്ചി ഇങ്ങനെ ഞാനുമായിട്ട് ഉടക്കിയിട്ട് അച്ചാച്ചി പുറത്തോട്ട് ഇറങ്ങി പോയപ്പം അമ്മച്ചി ഇങ്ങനെ പറഞ്ഞ്, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് കണ്ട അച്ചാച്ചിയുടെ ഒരു കാര്യം. അപ്പം
മറ്റേ അന്ധവിശ്വാസമാണല്ലോ, നീ ഇങ്ങനെ ശകുനം മുടക്കിയെന്നോ അതുകൊണ്ട് അച്ചാച്ചിക്ക് പുറത്ത് പോയപ്പോൾ അച്ചാച്ചിയുടെ ബില്ല് പാസ്സായില്ലെന്ന് എന്തുകൊണ്ടൊക്കെ പറഞ്ഞു. അപ്പം എനിക്കങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി. അയ്യോ ഞാൻ കാരണം അച്ചാച്ചിയുടെ ബില്ല് പാസ്സായില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മുട്ടുമ്മേ നിന്ന്, അന്ന് ഭയങ്കര ഭക്തയാണ് ഞാൻ, പിന്നെ മുട്ടുമ്മേ നിന്ന് കരുണക്കൊന്ത ചൊല്ലുന്നു, പിന്നെ അല്ലാണ്ടുള്ള കൊന്ത ചൊല്ലുന്നു. അപ്പം ഇങ്ങനെ അച്ഛന്മാര് നമ്മൾ അന്നേരം യുവദീപ്തിയിലൊക്കെ ഉണ്ട്. അപ്പൊ യുവദീപ്തിയിലൊക്കെ പോകുമ്പോഴും ഈ കുർബാന കൂടുന്ന സമയത്ത് ഒക്കെ, അതായത് ഞാൻ ഡിഗ്രി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളി പോകും. അയ്യോ അതിപ്പോഴൊന്നും അല്ലെന്ന് തോന്നുന്നു, അതിന് ശേഷം ഞാനെന്തോ പള്ളിയിലൊക്കെ പോകും കേട്ടോ. ഈ ഒന്ന് ബൈക്കുണ്ടല്ലോ, ബൈക്കുണ്ട്. പിന്നെ എനിക്കൊന്ന് പ്രീ ഡിഗ്രി സമയത്താണെന്ന് എപ്പോഴാണോ ഞാൻ യുവദീപ്തിയിലൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതിൽ വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു പിന്നെ മലഹക്കുട്ടിയൊക്കെ ആയിരുന്നു അന്ന്. അപ്പൊ ഞാനിങ്ങനെ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും അച്ഛന്മാർ പറയും ഇങ്ങനെ ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കരഞ്ഞ് പ്രാർത്ഥിച്ചാലേ നമുക്ക് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ അച്ചാച്ചി പോകാൻ നേരത്ത് ഞാൻ എന്തോ ഉടക്കുണ്ടാക്കി, അമ്മച്ചി ഇങ്ങനെ എന്നെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു മുറി അടച്ചു കയറി മുട്ടി നിന്നിട്ട്, മനസ്സിലല്ലേ, മുട്ടി നിന്ന് കരഞ്ഞ് കൂവി പ്രാർത്ഥിച്ചിട്ട് എന്തോ ഭാഗ്യത്തിന് അച്ചാച്ചി തിരിച്ചു വന്നപ്പോൾ അച്ചാച്ചി പറഞ്ഞു ജസ്റ്റ് മിസ് നമുക്ക് ഇത് ബില്ല് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്തെ. അപ്പൊ അന്നും അച്ചാച്ചി പള്ളിയിൽ പോവില്ല. അച്ചാച്ചിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് പള്ളി ഈ ക്രിസ്മസ് ഈസ്റ്റർ ഇതിനൊക്കെ പോവാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അച്ചാച്ചിക്ക് അന്നൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു പൂജപ്പുര എന്നുള്ളൊരു പുള്ളി, കൂട്ടു ബിസിനസ്സാണ്. അച്ചാച്ചിയുടെ പല കൂട്ടു ബിസിനസ്സും കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇപ്പം എൻ്റെ ഒരു ബിസിനസ്സിന്റെ കൂടെ എനിക്ക് ഒരാളെ കൂട്ടാനോ അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിനെ കൂട്ടാനോ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തത്. കാരണം ആ സമയത്ത് ഉണ്ടായിരുന്ന പണിക്കാരെയൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അമ്മച്ചിയും അച്ചാച്ചിയും നമ്മളെല്ലാവരും സെറ്റാണല്ലോ. അപ്പോൾ ഓരോ പ്രാവശ്യം അച്ചാച്ചി ഓരോ അടി കിട്ടി കഴിയുമ്പോൾ വീട്ടിൽ വന്നിരുന്ന അമ്മച്ചിയോട് സംസാരിക്കുമ്പോൾ നമ്മളിത് കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അച്ചാച്ചി ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒത്തിരി പേരെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് സൂപ്പർവൈസേഴ്സ് ഒക്കെ ആക്കി നിർത്തും. എന്നിട്ട് അത് ഇവിടെ ഒന്നും അല്ല, ദൂരെയുള്ള പണിസ്ഥലത്തൊക്കെയാണ് ഈ സൂപ്പർവൈസേഴ്സിനെ നിർത്തുന്നത്. അപ്പൊ അച്ചാച്ചി മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ പോയിട്ട്, അതായത് അച്ചാച്ചിക്ക് പലയിടത്തായിട്ട് പണിയാണ്. അപ്പൊ അച്ചാച്ചി എങ്ങനെ ലക്ഷക്കണക്കിന് രൂപയൊക്കെ അച്ചാച്ചി 2 പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് അത്രയ്ക്ക് കൂളായിട്ടാണ് അച്ചാച്ചി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അച്ചാച്ചിക്ക് പണി അതിനും മാത്രം ഉണ്ടായിരുന്നു. അച്ചാച്ചിയുടെ ഒരു പണിയുടെ റേഞ്ച് വെച്ചിട്ട് അച്ചാച്ചി മറ്റേ ലക്ഷാധിപതി കോടിപതി ഒക്കെ ആവേണ്ടതാണ്. പക്ഷേ അച്ചാച്ചി ഒരൊറ്റ പണി വൃത്തിക്ക് തീർത്തിട്ട് നെക്സ്റ്റ് പണി എടുക്കുക എന്നുള്ളതിനെക്കാട്ടിലും പാരലലി ഒത്തിരി പണികൾ. എന്നാൽ എല്ലാം നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചാച്ചി ഇങ്ങനെ അവിടെ പോയി കാര്യം പറഞ്ഞ് ചിങ്ങി വരും. ബാക്കി സൂപ്പർവൈസേഴ്സ് നോക്കിക്കോളും എന്നുള്ള മട്ടിൽ അച്ചാച്ചി ഒരു കെട്ട് പൈസയുമായിട്ടാണ് പോകുന്നു, അവർക്ക് കൊടുക്കുന്നു, അച്ചാച്ചി ഇങ്ങനെ തിരിച്ചു വരുന്നു. ഇവര് കണക്കി കൃത്രിമം കാണിക്കുന്നതും ഒന്നും അച്ചാച്ചി അവെയർ അല്ലായിരുന്നു. അച്ചാച്ചിനെ കുറ്റം പറയാൻ പറ്റൂല. ഒന്ന് അച്ചാച്ചിക്ക് പണി നേരെ ചൊവ്വെ പഠിച്ചിട്ടല്ല അച്ചാച്ചി. ഞാൻ പറഞ്ഞല്ലോ, അച്ചാച്ചി നാട്ടുമ്പുറത്ത് സാധാ കൃഷിയൊക്കെ ആയിട്ട് നിന്നിട്ട് ഇവിടെ വന്ന് അച്ചാച്ചിയുടെ ചേട്ടന്റെ കെയർ ഓഫിൽ വർക്ക് പഠിച്ചു തുടങ്ങിയാണ്. അപ്പം ഈ നമ്മള് അതിൻ്റെതൊക്കെ രീതിയിലൊരു വിദ്യാഭ്യാസം ഇല്ല. അതായത് നമ്മൾ ഇന്ന രീതിയിൽ നമ്മൾ ഒരു മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഒരു ഫിനാൻസ് എന്ന് പറയുന്ന സംഭവം അച്ചാച്ചിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അച്ചാച്ചിക്ക് ഈ പറ്റിപ്പോയത്. അതായത് അങ്ങനെ പറഞ്ഞു കൊടുക്കാനും ആരും ഇല്ല. മനസ്സിലായില്ലേ? കിട്ടുന്ന പൈസ നമ്മൾ ഇപ്പൊ അച്ചാച്ചിക്ക് കിട്ടിയ പൈസയല്ല അച്ചാച്ചി കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവാക്കി, അല്ല നമുക്ക് വേണ്ടിയിട്ട് ചെലവാക്കി. ഇതിനകത്തൊരു സേവിങ്സ് വെക്കണം. ഒരു പ്രായം കഴിയുമ്പോൾ അച്ചാച്ചിക്ക് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അച്ചാച്ചിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വസ്തു മേടിച്ചിടണം, അല്ലെങ്കിൽ നമ്മൾ ഓരോ പണിയിൽ നിന്നും നമുക്ക് ഒത്തിരി ലാഭവും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ അച്ചാച്ചി പിന്നെയും ഇതിലേക്ക് തന്നെയാണ് റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കോൺട്രാക്ട് ഫീൽഡിൽ ഇറങ്ങിയ എനിക്ക് നല്ലോണം അറിയാം. നമ്മളിപ്പോ ഒരു 40,000 രൂപ ചെലവാക്കിയാൽ നമുക്ക് ഇരട്ടിയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അച്ചാച്ചി എടുക്കുന്ന എല്ലാ പണികളും ഒരു 30 ലക്ഷം 50 ലക്ഷം ആ റേഞ്ചാണ് അച്ചാച്ചി എടുക്കുന്ന പണികൾ. അപ്പൊ ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന്റെ പണി ചെയ്യണമെങ്കിൽ മേ ബി നമുക്കൊരു 20 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപയൊക്കെ ചെലവാക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇരട്ടി നമുക്ക് കിട്ടും. പക്ഷെ പ്രശ്നം എന്തായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം, റോൾ ചെയ്യാൻ പൈസ ഉണ്ടാവണം. അച്ചാച്ചി റോൾ ചെയ്യുന്നത് എങ്ങനെയാ? കടം മേടിച്ചിട്ടോ റോൾ ചെയ്യുന്നത്. അപ്പൊ ഈ കിട്ടുന്ന ലാഭം മൊത്തം പലിശയ്ക്കാ പോകുന്നത്. പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ള പലിശ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെയാ എടുക്കുന്നത്, അല്ലാതെ ബാങ്കിൽ നിന്നുള്ള ലോണും കാര്യങ്ങളും ഒന്നുമല്ല. ഈ പേഴ്സണൽ ഫിനാൻസ് ആണ്, ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെയാണ്. 2 രൂപ പലിശ. അതായത് 1 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ മാസം 2,000 രൂപ കൊടുക്കണം. ഈ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തെന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കൂല. അപ്പൊ ഇനി ഇത് കംപ്ലീറ്റ് ക്ലോസ് ആവുന്നത് എങ്ങനെയാ? എല്ലാ മാസവും 2,000 വെച്ച് കൊടുത്തോണ്ടിരിക്കുക. അതിപ്പോ എത്ര മാസം കൊടുക്കുന്നു അത്രയും മാസം 2,000 വെച്ച് പോവാണേ. ഇനി ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ 1 ലക്ഷം കൊടുക്കണം, അല്ലാതെ ഇതിന്ന് കുറയുന്നില്ല. അപ്പൊ 1 ലക്ഷം ഒന്നും അല്ല അച്ചാച്ചി എടുക്കുന്ന കടം, ആൾക്കാരുടെ നിന്നൊക്കെ ഇങ്ങനെ വാരിക്കോരിയൊക്കെയാണ് എടുക്കുന്നത്. അപ്പം
ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ടാണ് അച്ചാച്ചിക്ക് അവസാനമായപ്പോൾ മറ്റേ ഉള്ളി തൊലിച്ച പോലെ ഒന്നും ഇല്ലാത്തതെന്നുള്ളൊരു അവസ്ഥയിലൊക്കെ നമുക്ക് മനസ്സിലാവുന്ന അപ്പോഴാണ്. പക്ഷെ അത് മെയിനായിട്ടും ഫിനാൻസ് മാനേജ്മെന്റ് ഒരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പൊ അവിടെ വെച്ചിങ്ങനെ കുറച്ചും കൂടെ നമ്മൾ ഇൻവോൾവ് ആവുകയാണ് അച്ചാച്ചിയുടെ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അച്ചാച്ചിയുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ ഇൻവോൾവ് ആവുകയാണ്. കാരണം അത് അന്ന് ഇച്ചിരി ഗുരുതരമായിരുന്നു. ആ സ്വന്തം നമ്മൾ വീട് വാങ്ങിച്ച സമയത്ത് വീടിന്റെ ലോണുണ്ട്, അപ്പോഴാണ് കുറച്ച് ടൈറ്റ് ആയത് കയറി. അപ്പം വീടിന് പ്രശ്നങ്ങൾ വരുന്നു, അമ്മച്ചിക്ക് വയ്യാണ്ട് വരുന്നു, അച്ചാച്ചിക്ക് വയ്യാണ്ട് വരുന്നു. അപ്പം ഞാൻ എനിക്കൊന്ന് ഡിഗ്രിക്ക് കയറുമോ, പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് കയറുമോ എന്നുണ്ടൊക്കെ ആയി. പിന്നെ വേറെ എന്തോ ഉണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതായത് ഇതിപ്പം കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ പിന്നെ കടം മേടിക്കുന്നു, പിന്നെ മറ്റേ ബില്ല് പാസ്സാവുന്നു, ബില്ല് പാസ്സാവുന്നു എങ്കിൽ നമുക്ക് ഈ റോളിങ് കറക്റ്റായിട്ട് നടക്കും. ബില്ല് പാസ്സാവുന്നു, അതെടുത്ത് കടം തീർക്കുന്നു, പിന്നെ അടുത്ത കടമെടുത്ത് വേറെ ബിസിനസ് ഓക്കെയാണ്. പക്ഷെ ഇതെന്തുവാ, നമ്മൾ അവിടെ താമസിക്കുന്ന സമയത്താണ് ബില്ലുകൾ പാസ്സാവാതാവാൻ തുടങ്ങി. അതായത് പോസ്റ്റൽ, BSNL പോസ്റ്റൽ ആ ഏരിയയിലാണ് ചേച്ചി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ CPWD അതുപോലുള്ള സ്ഥലത്താണ്. അപ്പൊ ഇവിടെ ഏതെങ്കിലുമൊക്കെ കൊനഷ്ട് പിടിച്ച എൻജിനീയേഴ്സ് ആണെങ്കിൽ ഈഗോ ക്ലാഷസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെ പതപ്പിച്ചില്ല, അവർക്ക് കൈക്കൂലി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇട്ട് വലപ്പിക്കും. അപ്പൊ അച്ചാച്ചി കുറേയൊക്കെ ഈ കൈക്കൂലി കൊടുക്കുന്ന, അല്ലെങ്കിൽ കാരണം നമുക്ക് നിവർത്തിയില്ല, കൈക്കൂലി കൊടുക്കാതെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. കാരണം ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാനൊരു 3 വർക്ക് കഷ്ടിച്ച് 3 വർക്ക്, അത് മെയിനായിട്ട് 2 വർക്ക് ചെയ്തു. മൂന്നാമത്തെ ഒരു വർക്ക് ഞാൻ അച്ചാച്ചിയുടെ പേരിലാണ് ചെയ്തത്. അച്ചാച്ചിയാണ് ചെയ്തത്, ഞാൻ ജസ്റ്റ് പേരിനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ ഞാൻ മടുത്തു. കാരണം നമ്മൾ ഇന്നിപ്പം ഈ എന്ത് വർക്ക് എടുക്കുവാണെങ്കിൽ, ഇപ്പം ഇത്ര ലക്ഷത്തിന്റെ വർക്ക് എടുക്കുവാണെങ്കിൽ 3 ലക്ഷം രൂപ നമ്മളവിടെ കെട്ടിവെക്കണമെന്നുണ്ട്. അപ്പൊ ഈ കെട്ടിവെക്കുന്ന പൈസ നമുക്ക് തിരിച്ചു കിട്ടാൻ, നമ്മുടെ ജോലി തീർത്തു, നമ്മൾ ബില്ലും കിട്ടി, പിന്നെയും 6 മാസം, അത് വർക്കിന്റെ ലെങ്ത് അനുസരിച്ചിരിക്കും, പിന്നെയും എത്രയോ മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് റിലീസ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ അവിടെ ബ്ലോക്ക് ആയിരിക്കുവാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് മുഷിപ്പിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അടപടലം മൂഞ്ചിച്ച് കൈ തരും. അതുപോലത്തെ ഒരു ഫീൽഡാണ് ഈ കോൺട്രാക്ട് വർക്ക്, സിവിൽ കോൺട്രാക്ട് വർക്ക്. അത് ബാക്കിയുള്ള എനിക്കറിയത്തില്ല, എനിക്കറിയാവുന്ന കാര്യം എനിക്ക് പറയാലോ. അപ്പൊ എനിക്ക് തന്നെ ഞാൻ ആ ടൈമിലാണ് ഞാൻ അവിടെ വെച്ചിട്ടാണ് അച്ചാച്ചിക്ക് ലെറ്റർ എഴുതി കൊടുക്കാൻ തുടങ്ങുന്നത്. അതായത് പ്രീ ഡിഗ്രി സമയം തൊട്ടാണ് അച്ചാച്ചിക്ക് ഇംഗ്ലീഷ് അത്ര കാര്യമായിട്ട് അറിയത്തില്ല. അപ്പം നമ്മളവിടെ എനിക്കൊന്നും, ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പുറത്തുനിന്നൊക്കെയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ഏരിയയിൽ വരുന്നത്. അപ്പൊ ഇവരോട് സംസാരിക്കണമെങ്കിൽ അച്ചാച്ചി കുറെ കഷ്ടപ്പെടും. കാരണം അച്ചാച്ചിക്ക് ഇംഗ്ലീഷ് പറയാൻ ഭയങ്കര, അച്ചാച്ചിക്ക് അറിയാം, കൺസെപ്റ്റ് അറിയാം, പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ തിരിച്ച് പറയാറില്ല. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് അച്ചാച്ചി മറ്റേ റാപ്പിഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിന്റെ ബുക്കൊക്കെ അച്ചാച്ചി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഒന്ന് പറയാൻ, സർ വർക്ക് ഈസ് കംപ്ലീറ്റഡ്, പ്ലീസ് അപ്രൂവ് എന്നൊക്കെ പറയണമെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കണമല്ലോ. അത് പഠിക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ചി ഈ റാപ്പിഡ് ഇംഗ്ലീഷ് കോഴ്സ് ബുക്ക് വാങ്ങിച്ചു വെച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് പഠിക്കുന്നതും, പിന്നെ നമ്മളോട് ഇങ്ങനെ കാര്യങ്ങൾ പറയും, എടി എനിക്ക് ഇന്നൊരു കാര്യം, ഇങ്ങനെ ഒരു ലെറ്റർ എഴുതാനുണ്ട്, അപ്പൊ അതൊന്ന് നീ എഴുതണം. അപ്പൊ അച്ചാച്ചിയുടെ ലെറ്റർ പാഡ് കംപ്ലീറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഞാനായിരുന്നു. അതായത് അച്ചാച്ചിയുടെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര സൂപ്പർ ഹാൻഡ് റൈറ്റിംഗ് ആണ്, കണ്ടു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എഴുതുന്ന പോലെയാണ്. അപ്പൊ ഞാൻ ചോദിക്കും, എനിക്കത് മനസ്സിലാവുന്നതിന്, അത് മനസ്സിലാവേണ്ട അത്രേ ഉള്ളൂ. പിന്നെ താങ്ക് യുവിന് TH കഴിഞ്ഞാൽ പിന്നെ ഒരു ഷൂ ആണ്, മനസ്സിലായില്ലേ? പിന്നെ Y കഴിഞ്ഞിട്ട് ഒരു ഷൂ, അപ്പോൾ താങ്ക് യു നമ്മൾ മനസ്സിലായിക്കോണം. അപ്പൊ അങ്ങനെ, പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആദ്യം ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കും ഗ്രാമറൊക്കെ ഒരുവിധം. അന്നേരം എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് അച്ചാച്ചി വീണ്ടും ഡിക്ഷണറീസ് ഒക്കെ വാങ്ങിച്ചിരും. മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി, മലയാളം ഡിക്ഷണറി, പിന്നെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, അങ്ങനെ കുറെ ടൈപ്പ് ഡിക്ഷണറീസ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ ഒരു ഒറ്റ കാര്യത്തിന് ഇവരെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കണമല്ലോ. ഇന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഇപ്പൊ പണിയിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇന്ന വർക്ക് ചെയ്തു, ഈ വർക്ക് ചെയ്യണമെങ്കിൽ മറ്റേ ടാർ വർക്ക് തീർന്നാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്തെ മറ്റേ പൈപ്പിടൽ തീർന്നാലേ നമുക്ക് ടാർ പണി നടക്കത്തുള്ളൂ, അതിന്റെ ഡിലേ ആണ്, ആ ഡിലേക്ക് വേണ്ടി നമുക്ക് കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ, പ്ലീസ് അലോ എക്സ്റ്റൻഷൻ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അച്ചാച്ചി നമുക്ക് പറഞ്ഞുതരും. അപ്പൊ പ്രീ ഡിഗ്രി തൊട്ട് ഞാനിത് കേൾക്കുന്നതായതുകൊണ്ട് അച്ചാച്ചിയുടെ വർക്കിനെ പറ്റി ഒരു ഏകദേശ ധാരണ അന്ന് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും പ്രശ്നമാണ്, ഇത്രയും ദുരിതം പിടിച്ചൊരു സംഭവമാണെന്നുള്ളത് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അന്നിങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളും, എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ഇവര് കൈക്കൂലി മേടിക്കുന്നു, കൈക്കൂലി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, ചിലര് അനാവശ്യമായിട്ടൊക്കെ കൈക്കൂലി ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അച്ചാച്ചി എന്തോ റിബൽ ആവുക എന്തോ ചെയ്തു. അതിന് അച്ചാച്ചിന്റെ കംപ്ലീറ്റ് അവിടെ വെച്ചേക്കുന്ന സാധനങ്ങൾ വരെ അവര് മാറ്റിക്കളഞ്ഞേച്ച് അതിന്റെ പൈസയും കൊടുത്തില്ല, ബില്ല് പാസ്സാക്കിയില്ല, എന്തോ ഒരു മാർബിൾ കേസ്, അതൊക്കെ ഇപ്പോഴും നടക്കുവാണ്. ഇപ്പോഴും ഓർത്തോണം, ഞാൻ പ്രീ ഡിഗ്രി സമയത്ത് ഡിഗ്രി സമയത്ത് ഉണ്ടായിരുന്ന കേസുകളൊക്കെ ഇപ്പോഴും നടക്കുവാണ്.
നടക്കുക ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ പോകുന്നില്ല, നമുക്ക് മടുത്ത് എത്ര പൈസയാണ് കളഞ്ഞതെന്നറിയാം. അപ്പം കംപ്ലീറ്റ് അച്ചാച്ചി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അച്ചാച്ചിയുടെ കയ്യിൽ ലാഭമായിട്ട് കിട്ടുന്ന പൈസയും കൂടെ അച്ചാച്ചി വേറെ വർക്കിലിടും. അങ്ങനെ ഒറ്റ സ്ട്രെച്ചിന് ഒത്തിരി വർക്കുകളും അത് നോക്കാൻ ഒത്തിരി സൂപ്പർവൈസേഴ്സും ഇവന്മാരെല്ലാം വെട്ടിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ചാച്ചി കംപ്ലീറ്റ് ബ്ലോക്കായി ആള്. എങ്ങനെ പിടിച്ചു നിന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊരു ഭയങ്കര, അത് നമുക്കും ഒരു ശരിക്കും അച്ചാച്ചിയുടെ ഈ ഒരു ഫിനാൻസ് മാനേജ്മെന്റ് കണ്ടിട്ടാണ് എനിക്ക് പൈസ ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു തേർഡ് പാർട്ടി ഒരു ബേർഡ്സ് വ്യൂവിൽ നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഞാൻ ഇങ്ങനെ ആവരുത്. അതായത് നമുക്കൊരു അത്യാവശ്യം വരുന്ന സമയത്തൊന്നും ഒരു കാര്യം നൽകാം. അന്നേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഈ കംപ്ലീറ്റ് സ്വർണവും പണയത്തിലായിരിക്കും. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ്. കംപ്ലീറ്റ് സ്വർണം, അതായത് അത്യാവശ്യം ഇടാനുള്ളത് ഒഴികെ ബാക്കിയെല്ലാം പോകും. മുത്തൂറ്റിലൊക്കെ ആയിരിക്കും കൊണ്ടുവയ്ക്കുന്നത്. അച്ചാച്ചി അതും അച്ചാച്ചിയുടെ ഒരു ഭയങ്കര മിസ്റ്റേക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ആലോചിക്കാറുണ്ട്, നമ്മളെപ്പോഴും പലിശ കുറഞ്ഞിട്ടുള്ള ഒത്തിരി ഗോൾഡ് ലോൺസ് അവൈലബിൾ ആണ്. ഇപ്പൊ തന്നെ നമ്മൾ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഡിഫറൻസ് ആണ്. മേ ബി നമുക്ക് ഒത്തിരി പ്രോസസ്സാണ്, ഡോക്യുമെന്റേഷൻ പ്രോസസ്സൊക്കെ ഒത്തിരി കൂടുതലാണ്. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 8%, ചിലപ്പോൾ 7%, സബ്സിഡി ഉണ്ടെങ്കിൽ 4%, ഒക്കെ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് അന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ആ സബ്സിഡി അഗ്രികൾച്ചർ ലോൺ പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. 8% തന്നെ 8.8% ഗോൾഡ് ലോൺ വെക്കാൻ പറ്റുന്നത്. പക്ഷേ സ്റ്റിൽ നമുക്ക് പറ്റുമായിരുന്നു ഇല്ലേ? പക്ഷെ അച്ചാച്ചി കൊണ്ട് വെച്ചോണ്ടിരുന്നത് മുത്തൂറ്റിലാണ്. മുത്തൂറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്, ഞാൻ പോയിട്ട് ലോൺ വെക്കാൻ തുടങ്ങി. അതായത് അച്ചാച്ചിക്ക് ഇടയ്ക്ക് ഒരു അസുഖം വരുമൊക്കെ, അത് പിന്നീട് പറയാം. ഒരു അസുഖം വന്ന സമയത്ത് ഞാനാണ് പോയിട്ട്, എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നടത്തണം. അപ്പം എൻ്റെ കയ്യിലുള്ളത് 2 വളയാണ്. 2 പവൻ്റെ ഒരു വളയുണ്ടായിരുന്നു, പിന്നെ ഒരു 1.5 പവൻ്റെ വള ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 2 പവൻ്റെ വള കൊണ്ടുപോയി ഞാൻ, അത് എനിക്ക് ജോലിയൊക്കെ ഉള്ള സമയത്താണ്. നമ്മുടെ കയ്യിൽ ഒന്നും പൈസ ഇല്ല. അച്ചാച്ചി സ്ട്രോക്ക് വന്ന് ആള് ഡൗൺ ആയി, വീട്ടിലെ കാര്യങ്ങൾ നടക്കണം. അങ്ങനെ ആയപ്പം എനിക്കറിയാവുന്നത് അച്ചാച്ചി എപ്പോഴും എന്നെയും കൊണ്ടുപോയിട്ടാണ് മുത്തൂറ്റി പോയി പലിശ അടച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് വെച്ചിട്ട് ആ ഒരു ഇതിൽ വെച്ച് എനിക്ക് വേറെ അറിയത്തില്ല, ബാങ്കിൽ പോയാൽ നമുക്ക് ലോൺ കിട്ടുമെന്നുള്ള എനിക്കറിയത്തില്ല. ഞാൻ നേരെ മുത്തൂറ്റി പോകുന്നു, എൻ്റെ വള കൊടുക്കുന്നു. ഇപ്പൊ പ്രോസസ് എളുപ്പമാണ്. അങ്ങോട്ട് ചെന്ന് 5 മിനിറ്റിനകത്ത് നമുക്ക് ലോൺ കിട്ടും. അവർ ജസ്റ്റ് ഒന്ന് ഉരച്ച് നോക്കുന്നു, ഓക്കെ എത്ര വേണം എന്ന് ചോദിക്കുന്നു, തരുന്നു. പിന്നെയാണ് അതിന്റെ പരിപാടി മനസ്സിലാകുന്നത്. ഇത് ഇപ്പൊ നമ്മൾ 50,000 നമ്മൾ വെച്ചു എന്ന് വെക്കുക, അടുത്ത മാസം തൊട്ട് നമ്മൾ ഇതിന് പലിശ കൊടുക്കുകയാണ്. അത് ചില്ലറ പലിശയൊന്നുമല്ല, 15-18% പലിശയാണ്. നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു എമൗണ്ടിൽ ഒരു 2,000-3,000 രൂപയൊക്കെ അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആണത്. മൊത്തം നൂറ്റൊന്നും നമ്മൾ കളിയാക്കി വിളിക്കുന്നത് വെറുതെ ഒന്നുമല്ല. അങ്ങനെയാണ് ആ പൈസ പോകുന്നത്. അപ്പം അച്ചാച്ചി നമ്മുടെ സ്വർണം മൊത്തം വെക്കാന്ന് വെക്കുമ്പം എന്ത് പലിശയാണ് എല്ലാ മാസവും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് കംപ്ലീറ്റ് എമൗണ്ട് അടച്ചാൽ മാത്രമേ നമുക്ക് ഇത് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ നാട്ടിലോട്ടൊക്കെ പോകാൻ നേരത്ത് അമ്മച്ചി പറയും, സ്വർണ്ണമില്ല ഞാൻ നാട്ടിൽ വരില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അച്ചാച്ചി പോയിട്ട് ഇത് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നാൽ അതിന്റെ പിറ്റേന്ന് തന്നെ നമ്മൾ ഇതെല്ലാം കൊണ്ട് തിരിച്ചു വെക്കും. അതായത് അതൊരു റോളിംഗ് പരിപാടിയാണ് അച്ചാച്ചിയുടെ. ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു ഫിനാൻസ് കംപ്ലീറ്റ്ലി താറുമാറായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് ഈ പൈസ, ഞാൻ എല്ലാവരും പറയും എന്തുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ലോൺ കിട്ടുമല്ലോ, എന്തുകൊണ്ട് ഞാൻ പോകത്തില്ല. എനിക്ക് ലോൺ ഭയങ്കര പേടിയാണ്. കാരണം ഞാനിത് കണ്ടു വളർന്നേക്കുന്നതാണ്. ലോൺ എടുത്ത ഒരു പരിപാടിക്ക് പോകാന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ എനിക്ക് കടം മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കടം മേടിക്കാറില്ല. ഇപ്പൊ ബിജുവിന്റെ ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ബിജുവിന് ബിസിനസ് ഒക്കെ ഉള്ളതാണല്ലോ, അപ്പൊ അവരൊക്കെ മേടിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ അതിന്റെ വേഴ്സ്റ്റ് കേസ് കണ്ടേക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്കിത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ അതൊക്കെ കൂടെ ഒരു റീസൺ ആണ്. നമ്മൾ ഫിനാൻഷ്യലി ഏബിൾ ആവണം, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണം, പൈസ സൂക്ഷിക്കണം, പൈസ സേവ് ചെയ്യണം. ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയതൊക്കെ ഈ അച്ചാച്ചിയുടെ ഈ ഒരു ലൈഫ് കണ്ടിട്ടാണ്. കാരണം നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് ഭയങ്കര കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കാര്യങ്ങൾ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നമ്മൾ ഭയങ്കര പോഷ് ലൈഫാണ്. പോഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോഷല്ല, പക്ഷെ അത്യാവശ്യം നല്ല ഒരു വെൽ സെറ്റിൽഡ് ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം പുറമേ നോക്കുന്നവർക്ക്. പക്ഷെ ഇന്റേണലി നമുക്കറിയാം അതിൻ്റെ ആ ഒരു ടെൻഷൻ. ഓക്കെ, ചില സമയത്ത് ചില ആൾക്കാർ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ, അതായത് കംപ്ലീറ്റ് ഇങ്ങനെ കടം കയറിയ ആൾക്കാർ വരികയല്ല, പക്ഷേ ഈ അച്ചാച്ചിയുടെ പരിചയക്കാർ വെച്ച് പൈസ മേടിക്കും. അങ്ങനെയുള്ളവർ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. 1-2 പേര് വന്ന് ഇങ്ങനെ ഇച്ചിരി കടുപ്പിച്ച് സംസാരിച്ചിട്ട് പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു, ഇതെന്താ ഇത് ആരാ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു. കാരണം ബാക്കി പിള്ളേർ എനിക്ക് തോന്നുന്നില്ല അവർക്കൊക്കെ ഇതിന്റെ കൺസെപ്റ്റ് പോലും മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഇച്ചിരി പ്രശ്നമാണടി. അപ്പൊ ഞാനിങ്ങനെ കർട്ടന്റെ പുറകിൽ നിന്ന് ഇങ്ങനെ ഞാൻ നോക്കും, എന്താ സംഭവം ഇത്.
എന്താ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചെവി കൂർപ്പിച്ച് കേൾക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അന്നും അച്ചാച്ചി എന്റെ ഹീറോ ആണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ അച്ചാച്ചി ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ഒരു പ്രശ്നവും. അപ്പൊ അങ്ങനെ കുറേയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാച്ചി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ സംഭവങ്ങളെല്ലാം കൈവിട്ട് പോകണം, കംപ്ലീറ്റ് ഇത് ശരിയാവുന്നില്ല എന്നുള്ളൊരു മട്ടിൽ അച്ചാച്ചി ഇങ്ങനെ പറയുവാണ്. അപ്പൊ ഈ അച്ചാച്ചിയുടെ ഫ്രണ്ട്, ഒരു പൂജപ്പുരക്കാരൻ, ഒരാള് തിരുവനന്തപുരംകാരൻ തന്നെയാണെന്ന് തോന്നുന്നു, അങ്ങനെ എപ്പോഴും വീഡിയോ വരും, എനിക്ക് അയാളെ കണ്ടുകൂടാ. അപ്പൊ അയാൾ കൊണ്ടുവന്നിട്ട് അച്ചാച്ചിന് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കുറെ ജ്യോതിഷം, കൈനോട്ടം, പിന്നെ മഷിനോട്ടം, അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങളുടെ വീടിന് എന്തോ പ്രശ്നമുണ്ട് അത് ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ചാച്ചിനെ കൊണ്ടിങ്ങനെ പോയിട്ട് അച്ചാച്ചിക്ക് ഓൾറെഡി മറ്റേ ദൈവത്തിൽ പോലും വിശ്വാസം ഇല്ലാതിരിക്കുന്നുണ്ട്. ഇതിൽ നിൽക്കുമ്പോഴത്തേക്ക് അച്ചാച്ചി പോയി അവിടെ വീണെന്ന് വേണം പറയാൻ. അപ്പം അച്ചാച്ചി ഇങ്ങനെ പോയിട്ട് വീട്ടിൽ വന്നിട്ട് പറയും, ഉണ്ടല്ലോ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നല്ല പൈസയും മേടിക്കും കേട്ടോ. പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ വെറ്റിലെടുത്തിട്ട് ഇങ്ങനെ മഷി ഇങ്ങനെ പുരട്ടി കഴിഞ്ഞപ്പം അതിൽ നിന്ന് 3 സാധനങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന, പിന്നെ 3 പേര് ഈ വീട്ടിൽ തൂങ്ങി മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഇങ്ങനെ ആണോ മനസ്സിലായി. നമ്മൾ പ്രേത സിനിമ, നിശാഗന്ധി എന്നൊക്കെ പറഞ്ഞ സീരിയൽസ് ഒക്കെ ആ സമയത്താണ് നമ്മൾ കാണുന്നത്. ടി വിയിലൊക്കെ രാത്രിയൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. നിശാഗന്ധി ഓർമ്മയുണ്ടോ എന്തോ, പൂച്ചക്കണ്ണുള്ള ഒരു പ്രേതമോ അങ്ങനെ സീരിയലൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു സൂര്യ ടി വിയിലായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ടെന്ന ഒരു എക്സ്പ്രഷൻ്റെ ഇടയ്ക്കാണ് അച്ചാച്ചി ഇത് വന്ന് പറയുന്നത്. അപ്പം എന്താണ് ചെയ്യേണ്ടത്, അത് ഒന്ന് അന്വേഷിക്കുക, എന്തോ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാച്ചി നമ്മളെല്ലാവരെയും പയ്യെ നമ്മൾ അപ്പുറപ്പുറമുള്ള വീട്ടിലൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഇവിടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ. ഉടനെ പുതിയ കഥകൾ പൊങ്ങി വന്നു. അതായത് ഈ വീട്ടിലുണ്ടല്ലോ, ഈ വീട്ടിൽ ഇതിനു മുന്നേ 2-3 പേര് താമസിച്ചു, അവരാരും നേരെ ചൊവ്വയല്ല പോയേക്കുന്നത്, നിങ്ങൾക്ക് തൊട്ട് മുമ്പ് താമസിച്ചിരുന്ന മൂത്ത മോള് ഒളിച്ചോടിപ്പോയെന്ന്. അപ്പൊ ഞാൻ ഒളിച്ചോടി മൂത്ത മോൾ ഒളിച്ചോടിപ്പോയി, രണ്ടാമത്തവൻ ഗതി പിടിച്ചില്ല, അങ്ങനെ അവര് കടം കയറിയിട്ടാണ് അവര് നിങ്ങൾക്ക് വിട്ടിട്ട് പോയത്. ഇതും കൂടെ ആയപ്പോ പൂർത്തിയായി, മനസ്സിലായില്ലേ? നമ്മളെല്ലാം അങ്ങോട്ട് പേടിക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ പ്രേതം. അതുവരെ നമ്മൾ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി നല്ല രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ടെറസിന്റെ മണ്ടേ പോയിട്ട് നമ്മളൊരു മറ്റേ പ്ലാസ്റ്റിക് വരിഞ്ഞ ബെഡൊക്കെ ഉണ്ടല്ലോ, കട്ടിലൊക്കെ ഇട്ട് അവിടെ ചെടിച്ചട്ടിയൊക്കെ ഒത്തിരി ചെടികളൊക്കെ ടെറസിന്റെ മണ്ടേ വെച്ച് അവിടെ പോയി വൈകിട്ട് പോയിരുന്ന് കപ്പലണ്ടിയും കുറിച്ച് സംസാരിച്ചോണ്ടിരുന്ന നമ്മള് പിന്നെ പുറത്തിറങ്ങാൻ പേടിയായി. എങ്ങാനും ഗേറ്റ് അടയ്ക്കാൻ മുറ്റത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞാനിങ്ങനെ അറിയാണ്ട് ടെറസിന്റെ മണ്ടയിലോട്ട് നോക്കുമ്പോൾ അവിടെ വാഴയും പ്ലാവും ചക്കയും മാങ്ങയൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ നോക്കുമ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കുന്ന ഒരു സാധനം അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. സത്യം ഞാൻ പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഈ വർത്താനമൊക്കെ വീട്ടിൽ വന്നിട്ട് അച്ചാച്ചി ഇങ്ങനെ പറയുമ്പോൾ ആരായിരിക്കും ഈ 3 എണ്ണം തൂങ്ങിയത് ഇവിടെ, അങ്ങനെ വൻ പ്രശ്നങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മളെ പേടിപ്പിച്ചു. അത് അന്ന് നമ്മൾ ശരിക്കും പേടിച്ചു. ഇത് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇവരുടെ ഫസ്റ്റ് ടെക്നിക്കാണിത്, പേടിപ്പിക്കുക. അത് കഴിഞ്ഞ് ഈ അച്ചാച്ചിയുടെ ഫ്രണ്ട് സത്യം പറഞ്ഞ അച്ചാച്ചിനെ നല്ലോണം വലിപ്പിച്ച് പറ്റിച്ച് പോയ ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ദേഷ്യം. ഈ പുള്ളി പറഞ്ഞിട്ട് അച്ചാച്ചിനെയും കൊണ്ട് പിന്നെ ഇവരെന്ത് ചെയ്തു, വേറെ വാസ്തുശാസ്ത്രം. ഓക്കെ, ഞാനിതിനൊന്നും കുറ്റം പറയുന്നൊന്നുമല്ല, പക്ഷെ എനിക്കിതിലൊന്നും വിശ്വാസമില്ല ഇപ്പം. അന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. എനിക്കിപ്പോൾ ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരും സത്യം പറഞ്ഞാൽ. അപ്പൊ അന്ന് വാസ്തുശാസ്ത്രം നോക്കാൻ ആള് വന്നിട്ട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ എല്ലാവരുടെയും റൂമിലൊക്കെ കയറിയിട്ട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ കിടക്കുന്ന തെക്കോട്ടാണെന്നോ വടക്കോട്ടാണെന്നോ, തലവണ ഇങ്ങോട്ട് വെക്കണം, കട്ടിൽ ഇങ്ങോട്ട് വെക്കണം, പിന്നെ നിങ്ങൾക്ക് എയർ ഹോള് കറക്റ്റ് അല്ല, അതായത് നമ്മുടെ ഗേറ്റ് ഇവിടെയാണെങ്കിൽ ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ്, ഇവിടെയാണ് മെയിൻ എൻട്രൻസ്, അത് പറ്റൂല, ഈ മെയിൻ എൻട്രൻസിന് കറസ്പോണ്ടിങ് ഒരു ഗേറ്റ് വേണം. അങ്ങനെ നമ്മൾ മതിൽ പൊളിച്ച് ഫ്രണ്ടിൽ ഒരു ഗേറ്റ് വെച്ച്, പിന്നെ പറഞ്ഞത് ഈ കയറി കഴിയുമ്പോഴത്തേക്കും അതിന്റെ മേളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് വഴിയിലേക്ക് എയർ ഹോൾ ഇല്ല, അവിടെ എയർ ഹോൾ ഇടണം. അപ്പൊ അതും ചെയ്ത് പിന്നെ അയാൾ ചുറ്റും പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുക്കള മതിലിനോട് ചേർന്നാണ് കെട്ടിയേക്കുന്നത്. നമ്മൾ കെട്ടിയല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള ആൾക്കാർ കെട്ടിയതാണ്. അത് മാറ്റണം, പോക്കുവരവിനുള്ള സ്ഥലമില്ല. നമ്മൾ പോക്കുവരോ, ഇതെന്താ പോക്കുവരവ്? പിന്നെ നമ്മൾ പറയുന്നേ ഓക്കെ എന്തോ അമ്പലത്തിലെ ദേവി ഇങ്ങനെ വീടിന് ചുറ്റും കറങ്ങാൻ വരുമ്പം നടക്കാൻ സ്ഥലം വേണമെന്ന്. അപ്പൊ നമുക്ക് ഇതെന്തോ ചെയ്യും? നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ പൈസ ബ്ലോക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും കടം മേടിച്ച് അടുക്കളയെല്ലാം ഭിത്തിന്ന് വിടിയിച്ച് അങ്ങോട്ട് മാറ്റി ചെയ്ത്. അപ്പൊ അടുക്കള കംപ്ലീറ്റ് പുതുക്കി പണിയണേ, കാരണം അടുപ്പും പാതം ഉൾപ്പെടെ പൊളിഞ്ഞുപോയി. പിന്നെ മാറ്റി പണിത് ടൈൽസ് ഇട്ട്, പിന്നെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു, പുറത്തൊരു ബാത്റൂം ഉണ്ടായിരുന്നു. അത് പിന്നെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവിടെ പിന്നെ പോക്കോരോ പ്രശ്നമില്ലായിരിക്കും, അതിനോട് ചേർന്നായിരുന്നു, അത് പ്രശ്നമില്ലായിരിക്കും. അത് അങ്ങനെ മാറ്റി ചെയ്ത്. ആ മാറ്റി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും അലമ്പും പ്രശ്നങ്ങളും, അപ്പുറത്തെ വീട്ടുകാരെ അലമ്പുണ്ടാക്കി, പോലീസിനെ വിളിച്ചു, അതൊക്കെ ഒരു വലിയ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞു.
അപ്പൊ ഇതെല്ലാം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചാച്ചി ഇങ്ങനെ അച്ചാച്ചിയുടെ പ്രശ്നങ്ങളെല്ലാം അച്ചാച്ചിയുടെ കസിൻ, അതായത് അച്ചാച്ചിയുടെ കസിൻ നമ്മുടെ ഒരു സിസ്റ്റർ ആൻറ്റി ഉണ്ട്, നാഗർകോവിലാണുള്ളത്. പുള്ളിക്കാരിനെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞു അപ്പൊ ഇതിനിടയ്ക്ക് പിന്നെയും വേറെ എവിടെയോ കൊണ്ടുപോയിട്ട് ഈ ഫ്രണ്ട് പറഞ്ഞു ഇനി ഒരു ഹോമം വേണം. മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിൽ ഹോമം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് പക്ക ഓക്കെ ആവും. അച്ചാച്ചി പറഞ്ഞ് ഹോമം ഒന്നും നടക്കൂല. അപ്പൊ ഹോമത്തിന്റെ റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപ, അത്രയൊക്കെ വളരെ സിമ്പിളാണ്. അച്ചാച്ചി ഹോമം ഒന്നും നടക്കുന്ന പ്രശ്നമല്ല. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ നടത്തിക്കോളാം, പൈസ തന്നാൽ മതി, നിങ്ങളെല്ലാം പുറത്ത് പോയിക്കോ, നിങ്ങളൊക്കെ വേണം നാട്ടിൽ പോയിക്കോ, ഞാനിവിടെ ഹോമൊക്കെ നടത്തി സെറ്റാക്കി തരാമെന്ന് അച്ചാച്ചിയുടെ ഫ്രണ്ട്. അപ്പം അച്ചാച്ചി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, വേണ്ട എന്ന് പറഞ്ഞു. അച്ചാച്ചി പറഞ്ഞു അതിലെനിക്ക് താല്പര്യമില്ല, ഹോമം നടത്തണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അയാൾ വേറെ ഏതോ പരിഹാരക്രിയ, അതായത് ആൾരൂപം വെട്ടുകാട് പള്ളി കൊണ്ടുപോയി കൊടുത്താൽ. അപ്പൊ ചച്ചി വെട്ടുകാട് പള്ളിയുടെ ഭയങ്കര ആരാധകനാണ്. ഈ പള്ളി കയറത്തില്ല, കുർബാന ഇല്ല, വൈകിട്ട് കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിലും അച്ചാച്ചി എല്ലാ ടെൻഡർ ഇടുന്നതിന് തൊട്ട് മുന്നേയും എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം വേണ്ട സമയത്തും പ്രത്യേക ഒരു സഹായം വേണ്ട സമയത്ത് പിന്നെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും അച്ചാച്ചി വെട്ടുകാട് പള്ളിയിൽ പോകും. വെട്ടുകാട് പള്ളിയിൽ പോകും. ഇപ്പൊ ടെൻഡറൊക്കെ ഉണ്ടെങ്കിൽ ടെൻഡർ എഴുതാനുള്ള പേന, ടെൻഡർ എല്ലാം ഒട്ടിച്ച് സീൽ ചെയ്ത് മറ്റേ ക്രിസ്തുരാജന്റെ ഒരു പ്രതിമയുണ്ട്, അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ചച്ചി ടെൻഡർ ഇടാൻ വരെ പോകാറുള്ളൂ. അപ്പം നമ്മുടെ വീട് ഇവിടെ ഇരിക്കുന്ന വെട്ടുകാട് പള്ളി ഇവിടെ ആണെങ്കിൽ, നമ്മുടെ ഓഫീസ് അങ്ങോട്ടാണെങ്കിൽ അച്ചച്ചി ആദ്യം അവിടെ പോയി എല്ലാം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ടാണ് അച്ചച്ചി പോയി ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം വെട്ടുകാട് പള്ളിയിൽ എങ്ങാണ്ട് ആൾരൂപം നേർന്നാൽ മതി. അപ്പൊ ഞാൻ എപ്പോഴും ഈ വെട്ടുകാട് പള്ളി പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്വർണത്തിലും വെള്ളിയിലും ഒക്കെ ഇങ്ങനെ ആൾരൂപങ്ങൾ അവിടെ ഇങ്ങനെ ഈ പ്രതിമയുടെ ചുറ്റും കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ അത് ഇതുപോലെ ഒരു ജ്യോത്സ്യനാണ് പറഞ്ഞത് നമുക്ക് ആൾരൂപം, അപ്പൊ നിങ്ങളുടെ രീതിയിൽ തന്നെ നമുക്ക് നടത്താം, ഹോമം വേണ്ടെങ്കിൽ നമുക്ക് ആൾരൂപത്തിന്റെ ഇത് വാങ്ങിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ പുള്ളി എന്തോ ഒരു സാധനം തന്നിട്ട് പറഞ്ഞ് അത് നമ്മള് വീടിന്റെ 4 ഇതിലും കുഴിച്ചിടണമെന്നോ കുഴിച്ചിടണമെന്നോ എന്തോ പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞ് നിങ്ങളുടെ ആ വീട്ടിൽ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് പേടിയായി. അതായത് നമ്മളോട് കുഴിച്ചിടാൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പറ്റൂല. അപ്പൊ അവർ പറഞ്ഞു ഓൾറെഡി എന്തോ നിങ്ങളുടെ വീടിന്റെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ഇത്ര തവണ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്നോ എന്തുകൊണ്ടൊക്കെ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് സംശയമായി ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. അപ്പൊ നോക്കിയപ്പം നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ കോൺക്രീറ്റിന്റെ കുറച്ച് ഭാഗം സെപ്പറേറ്റ് ഇങ്ങനെ ഒരു വട്ടത്തി കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പേടിയായി, അത് തന്നെ കൂടോത്രം. പിന്നെ എനിക്കൊക്കെ പേടിയായിരുന്നു, ഞാൻ ഇറങ്ങുമ്പം അതി ചവിട്ടാതെ ഇറങ്ങി ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ വൻ പരിപാടികളൊക്കെ ആയിരുന്നു. അവസാനം അച്ചാച്ചിയുടെ കസിനെ വിളിക്കുന്നു, സിസ്റ്റർ ആൻറ്റി പറഞ്ഞു നിങ്ങൾ ഈ പരിപാടിക്കൊന്നും പോകണ്ട, ഞാനൊരു അച്ഛനെ വിടാം. അപ്പം അച്ഛനെ വിടാന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ സന്തോഷം. അച്ഛനെ വിട്ടിനിപ്പോൾ കാര്യങ്ങളെല്ലാം ഭയങ്കര എളുപ്പത്തിൽ നടക്കും, സോൾവ് ആകും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അച്ഛൻ വരുന്നത് നോക്കിയിരിക്കുവാണേ. അച്ഛൻ വന്നു. അച്ഛൻ ഇതുപോലെ നാഗർകോവിലിൽ നിന്ന് അങ്ങോട്ട് ഉള്ള അച്ഛനാ. അപ്പൊ അത് എവിടെയും ഏതെങ്കിലും ഈ പള്ളിയിൽ ഇരിക്കുന്ന അച്ഛനല്ല, നമ്മുടെ ഈ ഭൂതോച്ചാടനം അല്ലെങ്കിൽ എക്സോസിസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അച്ഛനാണ് വന്നത്. അതിന്റെ കാര്യം നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാം. അത് കുറച്ചധികം പറയാനുണ്ട്. അതോടെ അച്ചാച്ചി കംപ്ലീറ്റ് മറ്റേ മാനസാന്തരപ്പെട്ട് ആളങ്ങ് മാറും. അതിന്റെ കഥ നമുക്ക് അടുത്ത ആഴ്ച പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിന്റെ അഭിപ്രായം നിങ്ങൾ പറയണേ. ബൈ.